നമസ്കാരം, സാഗരി റൈസ് പ്ലസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ അഗ്രികൾച്ചറിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ച് 2 ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഹാർവെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിളവെടുക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് എത്താനായിട്ട് ഫ്രൂട്ട് എന്ത് ചെയ്യണം? മെച്യൂർ ചെയ്യണം. ഫ്രൂട്ട് അല്ല, വെജിറ്റബിൾ ആണെങ്കിലും മെച്യൂർ ചെയ്യണം. പ്ലാന്റിന്റെ അല്ലെങ്കിൽ ട്രീയുടെ നമ്മൾ ഏത് പാർട്ടാണോ എഡിബിൾ ആയിട്ട് നമ്മൾ എടുക്കുന്നത് ആ പാർട്ട് മെച്യൂർ ആവേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ മെച്യൂരിറ്റി അളക്കുന്ന മെച്യൂരിറ്റി ഇൻഡിസസിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഓൾറെഡി 3 മെച്യൂരിറ്റി ഇൻഡിസസ് കണ്ടു. ഏതൊക്കെയാണ് കണ്ടത്? വിഷ്വൽ മെച്യൂരിറ്റി ഇൻഡിസസ് കണ്ടു, അതുപോലെ എന്താണ് ഫിസിക്കൽ കണ്ടു, കെമിക്കൽ കണ്ടു. ഇനി ബാക്കി 2 കൂടി ഉണ്ട്, അത് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. നേരെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് ആ ഒരു ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസിനെ മെച്യൂരിറ്റി കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് ആ ഒരു മെച്യൂരിറ്റി എത്തുന്ന സമയത്ത് നമ്മൾ എടുത്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രോഡക്റ്റ് കിട്ടുള്ളൂ. ഫ്രൂട്ട് ആയിക്കോട്ടെ, വെജിറ്റബിൾ ആയിക്കോട്ടെ, നമ്മൾ കഴിക്കുന്ന പ്ലാന്റിന്റെ എഡിബിൾ പാർട്ട് ഏതായിക്കോട്ടെ, അതിനെന്ത് വേണം? നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് വേണമെങ്കിൽ അത് കറക്റ്റ് സമയത്ത് എന്ത് ചെയ്യണം? വിളവെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിളവ് അങ്ങനെ കറക്റ്റ് സമയത്ത് എടുക്കുമ്പോൾ അതിന്റെ ഷെൽഫ് ലൈഫ് കൂടും. അതുപോലെ തന്നെ എന്താണ് പോസ്റ്റ് ഹാർവെസ്റ്റ് ഹാൻഡ്ലിംഗിലേക്ക് എത്തുമ്പോൾ നമ്മളത് വിളവെടുത്ത് കഴിഞ്ഞാൽ ഉടനെ കഴിക്കാൻ പോകുന്നില്ലല്ലോ. പിന്നെ എന്ത് ചെയ്യും? നമ്മൾ കുറച്ച് നാൾ സൂക്ഷിക്കും. അത് എന്താണ് റൈപ്പൺ ചെയ്യേണ്ട ഫ്രൂട്ട്സ് ആണെങ്കിൽ റൈപ്പണിങ്ങിന് അനുവദിക്കണം. വെജിറ്റബിൾസ് ആണെങ്കിൽ ദൂരെ സ്ഥലത്തേക്കൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രോസസ്സുകൾ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ആ ഒരു കറക്റ്റ് ടൈം ഓഫ് മെച്യൂരിറ്റിയിൽ നമ്മൾ അതിനെ വിളവെടുക്കണം എങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ടുകളെല്ലാം കിട്ടും. അപ്പോൾ ആ ഒരു കറക്റ്റ് മെച്യൂരിറ്റി അളക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ് ആര്? മെച്യൂരിറ്റി ഇൻഡിസേഴ്സ്. അപ്പോൾ ഈ മെച്യൂരിറ്റി ഇൻഡിസേഴ്സ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തേക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത്തരത്തിലുള്ള അഡ്വാൻറ്റേജസ് നമുക്ക് കിട്ടണം, അല്ലെ? കൺസ്യൂമേഴ്സിന് കിട്ടണം. അത് ആരാണോ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന അവർക്ക് അത് കിട്ടിയാൽ മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു പ്രോഡക്റ്റിന് അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെച്യൂരിറ്റി ഇൻഡിസേഴ്സ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ജസ്റ്റ് ക്ലാസ്സിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറയുന്നതേ ഉള്ളൂ. നമുക്ക് നോക്കാം നെക്സ്റ്റ് വരുന്ന മെച്യൂരിറ്റി ഇൻഡിസസ് ഏതാന്ന്. നെക്സ്റ്റ് പറയുന്നത് കാൽക്കുലേറ്റഡ് മെച്യൂരിറ്റി ഇൻഡിസസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷണൽ ഇൻഡിസസ് ആണ്. പേര് കേൾക്കുമ്പോൾ വലിയ പേരാണെങ്കിലും സാധനം സിമ്പിൾ ആണ്. നമ്മൾ എന്താണ് കലണ്ടർ നോക്കിയിട്ട് അല്ലെങ്കിൽ എന്താണ് ആ ഫ്രൂട്ട് മെച്യൂർ ആവുന്ന സമയം നമ്മൾ കലണ്ടറിൽ മാർക്ക് ചെയ്ത് എടുക്കുന്ന ഒരു ഇൻഡിസസ് ആണ് ഈ ഒരു കാൽക്കുലേറ്റഡ് മെച്യൂരിറ്റി ഇൻഡിസസ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ഇതൊരു കോമൺ മെത്തേഡ് ആണ് ഈ ഒരു കലണ്ടർ മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു കമ്പ്യൂട്ടേഷണൽ മെത്തേഡ്. വളരെ സിമ്പിൾ ആയിട്ട്, വളരെ പൈസ ചെലവ് കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെയാണ്? ആ ഒരു ഫ്ലവർ ബ്ലൂം ചെയ്ത് ഫ്രൂട്ടിലേക്ക് എത്തുന്നത് തൊട്ട് ഫ്രൂട്ട് മെച്യൂർ ആവുന്ന സമയം വരെ നമ്മൾ എന്ത് ചെയ്യും? വിരലുകൊണ്ട് എണ്ണം അല്ലെങ്കിൽ കലണ്ടറിൽ മാർക്ക് ചെയ്തിടും. അതിനെയാണ് ഈ ഒരു കമ്പ്യൂട്ടേഷണൽ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ഇത് ഒന്നുകിൽ ഫ്രൂട്ടിന് നമ്മളിങ്ങനെ കൃഷി ചെയ്ത് ശീലമുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ കറക്റ്റ് ഒരു ഫ്ലവറിന്റെ ബ്ലൂമിങ്ങും അത് മെച്യൂറേഷനും ഒക്കെ മുൻകൂട്ടി അറിയുന്നതാണെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാം. എക്സാമ്പിൾ ഏതാ? മാംഗോ നമ്മളുടെയൊക്കെ വീട്ടിലുണ്ടാവാറുണ്ട്. മാവ് പൂക്കുന്ന സമയം പിന്നെ ഒരു 3 മാസം അത് കഴിയുമ്പോഴത്തേക്ക് മാങ്ങ മെച്യൂർ ആവും എന്ന് നമുക്ക് അറിയാം. ഓക്കെ, അങ്ങനെയുള്ള എളുപ്പത്തിൽ ഷോർട്ട് ലീവ്ഡ് ആയിട്ട് നിൽക്കുന്ന ഫ്ലവേഴ്സിലൊക്കെ ആയിരിക്കും കൂടുതലും ഈ ഒരു കമ്പ്യൂട്ടേഷണൽ മെത്തേഡ് നമുക്ക് ആപ്ലിക്കബിൾ ആകുന്നത്. അപ്പോൾ അതിൽ നമ്മളൊരു ടേം പഠിക്കണം, DFFB. DFFB എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേയ്സ് ഫ്രം ഫുൾ ബ്ലൂം ആണ്. പേടിക്കൊന്നും വേണ്ട. എന്താണ്? പൂവ് പൂക്കുന്നത് തൊട്ട് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് മെച്യൂറായി മാറുന്നത് വരെയുള്ള ദിവസങ്ങൾ എണ്ണി നമ്മൾ കലണ്ടറിൽ മാർക്ക് ചെയ്യുക. അങ്ങനെ മെച്യൂറേഷൻ മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ കമ്പ്യൂട്ടേഷണൽ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സിമ്പിൾ കലണ്ടർ മെത്തേഡാണ്. ആ ഒരു ഫ്ലവറിന്റെ ബ്ലൂമിങ്ങും അതുപോലെ നമുക്ക് ഡേയ്സ് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എളുപ്പത്തിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഇയർ ടു ഇയർ കൺസിസ്റ്റ് അല്ലെങ്കിൽ പെരേനിയൽ ആയിട്ട് നിൽക്കുന്ന ഫ്രൂട്ട്സ്, അതായത് എല്ലാ വർഷവും ഒരേ സമയം. ഇപ്പോൾ മാംഗോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എല്ലാ ഒരു സമ്മർ സമയത്തും മാംഗോ എന്ത് ചെയ്യും? മാവ് പൂക്കും, മാങ്ങ ഉണ്ടാവും. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു വർഷാവർഷം നടക്കുന്ന ഒരു പ്രോസസ്സ് ആണെങ്കിൽ ഈസി ആയിട്ട് ഈ ഒരു കാൽക്കുലേറ്റഡ് മെച്യൂരിറ്റി ഇൻഡിസസ് വെച്ച് ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ എന്തെങ്കിലും എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ബാധിക്കുകയാണെങ്കിൽ, മഴ, വെയിൽ എന്ത് തന്നെ ആയിക്കോളും, ക്ലൈമറ്റിക് കണ്ടീഷൻസ് മാറുമോ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ കണ്ടീഷൻസ് മാറുമോ ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും മെച്യൂരിറ്റിയിൽ വരും. അപ്പോൾ ഇവിടെ എൻവയോൺമെന്റൽ ഫാക്ടറിൽ നമ്മൾ ടെമ്പറേച്ചർ ആണ് ഇവിടെ പറയുന്നത്. ടെമ്പറേച്ചറിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളുടെ ചക്ക എടുക്കാം, ജാക്ക് ഫ്രൂട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജാക്ക് ഫ്രൂട്ട് വിളഞ്ഞ് റൈപ്പൺ ആകാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു ടെമ്പറേച്ചർ ആവശ്യമാണ്, ഒരു ഫിക്സഡ് ടെമ്പറേച്ചർ ആവശ്യമാണ്. ഇൻ കേസ് മഴ വന്നു അല്ലെങ്കിൽ ടെമ്പറേച്ചറിന്റെ റേഞ്ചിൽ വ്യത്യാസം വരുമ്പോൾ ആ ചക്ക മെച്യൂർ ആവാനായിട്ട് കുറച്ചും കൂടെ സമയം എടുക്കും. ഇപ്പോൾ 1 മാസം എന്നുള്ളത് ചിലപ്പോൾ 1 മാസത്തിന്റെ കൂടെ കുറച്ച് ഡേയ്സും കൂടി അങ്ങോട്ട് എക്സ്റ്റെൻഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചറിന് ഈ ഒരു മെച്യൂരിറ്റി ആയിട്ട് എന്തുണ്ട്? ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ട്.
അപ്പോൾ എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസിൽ നമ്മൾ ടെമ്പറേച്ചറിന്റെ കാര്യം പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടാണ് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയാൻ പോകുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് കണ്ട് ആരും പേടിക്കൊന്നും വേണ്ട, സിമ്പിൾ ആണ് കാര്യം. നമ്മൾ ടെമ്പറേച്ചറിന് എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ ചക്കയുടെ കാര്യം പറഞ്ഞതുപോലെ ഈ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തുകൊണ്ട് ഇവിടെ ഒരു കാര്യം നമുക്ക് പഠിക്കാനുണ്ട്. ഹീറ്റ് യൂണിറ്റ് എന്നാണ് പറയുന്നത്. ഹീറ്റ് യൂണിറ്റ് അല്ലെങ്കിൽ ഡിഗ്രി ഡേ കാൽക്കുലേഷൻ. ഡിഗ്രി ഡേ എന്ന് വെച്ചാൽ ടെമ്പറേച്ചറിന്റെ ഡിഗ്രി സെൽഷ്യസിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഹീറ്റ് യൂണിറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ, വെറും എക്സാമ്പിൾ ആണ്, എക്സാമ്പിൾ കാണാതെ പഠിക്കരുത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ നമ്മളുടെ ബനാന എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ വാഴപ്പഴം അതിന്റെ ഫ്ലവറിൽ നിന്ന്, ഫ്ലവർ എന്ന് പറയുമ്പോൾ അറിയാലോ നമ്മൾ കൂമ്പ്, കൊടപ്പൻ എന്നൊക്കെ പറയുന്ന ഈ ഒരു കൂമ്പ്, ഓക്കെ, അങ്ങനെ ആ ഒരു ഫ്ലവർ, ഓക്കെ, ആ ഒരു ഫ്ലവർ മെച്യൂർ ചെയ്ത് നമ്മൾ പറയുന്ന പച്ചക്കായ ആവുമ്പോഴാണല്ലോ നമ്മൾ മുറിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയം വരെ, ഇത് മെച്യൂർ ആവാനുള്ള ഒരു സമയം നമ്മളൊരു 90 to 120 ഡേയ്സ് എന്ന് വെച്ചോളൂ. 120 ദിവസം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി അവിടെ നമ്മൾ ഈ ഒരു മെച്യൂരിറ്റി എത്താൻ വേണ്ടിയിട്ട് നമുക്ക് മൊത്തത്തിൽ 2500 ഡിഗ്രി സെൽഷ്യസ് ചൂട് വേണം. ഒരു ദിവസത്തിന്റെ കാര്യമല്ല പറയുന്നത്, ആ ഒരു എന്താണ് നമ്മളുടെ ഫ്ലവർ തൊട്ട് ആ ഒരു കായായിട്ട് മെച്യൂർ ചെയ്യുന്ന അത്രയും സമയത്തേക്ക്, അത്രയും ദിവസത്തേക്ക് 2500 ഡിഗ്രി സെൽഷ്യസ് വേണം. അപ്പോൾ അതിനനുസരിച്ചായിരിക്കുമല്ലോ ഈ വാഴയൊക്കെ നടുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഇത്ര ടെമ്പറേച്ചർ വെച്ചിട്ട് 120 ദിവസം കൊണ്ട് 2500 ഡിഗ്രി സെൽഷ്യസ് അടിച്ചിട്ട് വേണം ഇത് മെച്യൂർ ആവാൻ. ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ദിവസം ടെമ്പറേച്ചർ കുറയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം ടെമ്പറേച്ചർ കൂടുകയോ ചെയ്യുമ്പോൾ ഈ മെച്യൂർ ആവാനുള്ള 120 എന്നുള്ളത് ചിലപ്പോൾ കുറഞ്ഞ ടെമ്പറേച്ചറാണ് കിട്ടുന്നതെങ്കിൽ ചിലപ്പോൾ 120 എന്നുള്ളത് 140ലേക്ക് പോകും. കൂടുതൽ ടെമ്പറേച്ചർ കിട്ടണമെങ്കിൽ 120ൽ നിന്നൊരു 100ലേക്കൊക്കെ എന്ത് ചെയ്യും, ഒരു കുറവ് വരും. അതാണ് ആ ഒരു ഹീറ്റ് യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ എപ്പോഴാണോ കിട്ടുന്നത് അതിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ കൃഷിക്കാര് ഈ കാര്യങ്ങളൊക്കെ നടുന്നത്. അപ്പോൾ ബനാന ആണെങ്കിലും ബാക്കി ഏത് കൾട്ടിവേഷൻസ് ആണെങ്കിലും, ഇപ്പൊ പയർ അങ്ങനെയുള്ള ഏത് കൾട്ടിവേഷൻ ആണെങ്കിലും, സ്ഥിരം ചെയ്യുന്ന കൾട്ടിവേഷൻ ഏത് തന്നെ ആയാലും, ഏത് ക്രോപ്പ് തന്നെ ആയാലും ഈ ഒരു ഹീറ്റ് യൂണിറ്റിനെ ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും ഇവർ എന്ത് ചെയ്യുന്നത്, കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടെമ്പറേച്ചറിനാണ് അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഡെയിലി കിട്ടുന്ന ടെമ്പറേച്ചറിന്റെ ഡിഫറൻസും അതുപോലെ ആ ഒരു ബേസ് ടെമ്പറേച്ചറിന്റെയും കൂടെ ഓവറോൾ ആയിട്ടുള്ള ഒരു ആവറേജ് എടുത്തിട്ടായിരിക്കും ഇവർ എന്ത് ചെയ്യുന്നത്, ഇതിന്റെ സമയം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ കൃഷി അല്ലെങ്കിൽ ആ ക്രോപ്പ് നടുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഹീറ്റ് യൂണിറ്റ് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ പറ്റും, നമുക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രഡിക്ഷൻ കിട്ടും. കുറച്ച് എന്താണ്, ഓക്കെ, ഇപ്രാവശ്യം ടെമ്പറേച്ചർ കുറവായതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ ഈ ഒരു വാഴക്കൊല എന്താണ് മെച്യൂർ ആവുള്ളൂ, അല്ലെങ്കിൽ ഇപ്രാവശ്യം ചൂട് കൂടുതലാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് മെച്യൂറായി കിട്ടും എന്നൊക്കെ ഉള്ളൊരു കാൽക്കുലേഷൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, ഈ ഹീറ്റ് യൂണിറ്റ് വെച്ചിട്ടാണ്. നേരത്തെ പറഞ്ഞ 2500 ഡിഗ്രി സെൽഷ്യസ് എക്സാമ്പിൾ വെറുതെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്, വീണ്ടും വീണ്ടും പറയുകയാണ്, അത് പഠിക്കരുത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് പറഞ്ഞത് ഡേയ്സ് ഫ്രം ഫുൾ ബ്ലൂം ആണ്, DFFB. അതൊരു സ്ട്രൈറ്റ് കലണ്ടർ മെത്തേഡ് ആണ്. നമ്മൾ ആ ഒരു ഫ്ലവർ ഉണ്ടായി ഫ്രൂട്ട് ഉണ്ടാവുന്നത് തൊട്ട് മെച്യൂർ ആവുന്നത് വരെയുള്ള ദിവസങ്ങൾ കലണ്ടറിൽ മാർക്ക് ചെയ്തിട്ടിട്ട് എന്ത് ചെയ്യും, അതിന്റെ കറക്റ്റ് ഹാർവെസ്റ്റ് സമയം 90 ദിവസം മതിയെങ്കിൽ 90ാമത്തെ ദിവസം ഹാർവെസ്റ്റിനുള്ള സമയമാണ് നമ്മൾ കലണ്ടറിൽ മാർക്ക് ചെയ്തിടുന്നതിനെയാണ് നമ്മൾ ഡേയ്സ് ഫ്രം ഫുൾ ബ്ലൂം അല്ലെങ്കിൽ DFFB എന്ന് പറയുന്നത്. അപ്പൊ ചിലപ്പോൾ എന്താണ്, ഡേയ്സ് ഫ്രം ഫുൾ ബ്ലൂം എന്ന് മുഴുവനായിട്ട് തരത്തില്ല, DFFB എന്ന് മാത്രമേ ചോദിക്കുള്ളൂ. അപ്പൊ DFFB എന്താണ്, ഡേയ്സ് ഫ്രം ഫുൾ ബ്ലൂം ആണ്, ഒരു കലണ്ടർ മെത്തേഡാണ്, ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഹീറ്റ് യൂണിറ്റ് ആണ്. ഹീറ്റ് യൂണിറ്റ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഡിഗ്രി ഡേയ്സ് വെച്ചിട്ടാണ്. ഡിഗ്രി എന്ന് വെച്ചാൽ എന്താണ്, ഡിഗ്രി സെൽഷ്യസ് ആണ്. ടെമ്പറേച്ചർ എങ്ങനെയാണ് ഓരോ ദിവസവും കിട്ടുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹീറ്റ് യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഹീറ്റ് യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്തിനൊക്കെയാണ് ഹീറ്റ് യൂണിറ്റ് സഹായിക്കുന്നത്, പ്ലാന്റിങ് എപ്പോ നടണം എന്ന് സഹായിക്കും, ഹാർവെസ്റ്റിംഗ് എപ്പോ വിളവെടുക്കാൻ പറ്റും എന്ന് സഹായിക്കും, അതുപോലെ തന്നെ ക്രോപ്സ് നമുക്ക് കൂടുതലായിട്ടുള്ള ഫാക്ടറി പ്രോഗ്രാംസിലേക്ക് എങ്ങനെ കൊടുക്കണം എന്നുള്ള കാര്യത്തിനും സഹായിക്കും. അപ്പൊ മെയിൻ ആയിട്ടും ഈ ഒരു ഹീറ്റ് യൂണിറ്റ് നോക്കുന്നത് ഏതിലൊക്കെയാണ്, കോൺ എന്താണ്, നമ്മളുടെ പോപ്കോൺ ഒക്കെ ഉണ്ടാക്കുന്ന ചോളം, പീസ്, പയർ, അതുപോലെ ടൊമാറ്റോ, തക്കാളിയിലൊക്കെയാണ് കൂടുതലും ഈ ഒരു ഹീറ്റ് യൂണിറ്റ് നോക്കിയതിന് ശേഷം കൾട്ടിവേഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് T സ്റ്റേജ് ആണ്. T സ്റ്റേജും പേര് കേൾക്കുമ്പോൾ ഇനി ഒരു സ്റ്റേജിനെ പറ്റി പഠിക്കണമല്ലോ എന്ന് തോന്നും. ഒന്നുമില്ല, T സ്റ്റേജ് എളുപ്പമാണ്. അതായത് അത് നോക്കുന്ന ഒരു ആംഗിൾ ബിറ്റ്വീൻ ഫ്രൂട്ട് റെസിപ്റ്റിക്കിൾ ആൻഡ് പെഡീസൽ. അപ്പൊ ഫ്രൂട്ട് റെസിപ്റ്റിക്കിൾ എന്താണ്, ഞാൻ ഒരു ഫ്രൂട്ട് ഇവിടെ വരയ്ക്കുകയാണ്. ഞാൻ വരയ്ക്കുന്ന ഫ്രൂട്ട് മാംഗോ ആണ്. ഓക്കെ, അപ്പൊ ഈ മാംഗോന്റെ ബോഡിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റെസിപ്റ്റിക്കിൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ, ആ ഒരു ശിഖരവുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും,
പെഡീസെൽ എന്ന് വിളിക്കും. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് മെച്ചുവർ ആവുന്ന സമയത്ത് ഈ ഫ്രൂട്ടിന്റെ ഈ ഒരു റെസെപ്റ്റക്കിൾ, ഈ ഒരു ബോഡിയും ഈ ഒരു പെഡീസെല്ലും തമ്മിലുള്ള ആംഗിൾ എങ്ങനെയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആ ഒരു ആംഗിൾ നോക്കിയിട്ട് മെച്യൂരിറ്റി അളക്കും. അതായത് ആ ആംഗിൾ 90 ഡിഗ്രി ആംഗിൾ കിട്ടുന്ന സ്റ്റേജിനെയാണ് നമ്മൾ ടി സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ടി എന്ന് എഴുതില്ലേ നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ് ടി എന്ന് എഴുതുമ്പോൾ ഇൻ ബിറ്റ്വീൻ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. അതുകൊണ്ടാണ് ഇതിനെ ടി സ്റ്റേജ് എന്ന് വിളിക്കുന്നത്. ഈസി അല്ലേ? അപ്പോൾ ഇതാണ് കമ്പ്യൂട്ടേഷണൽ മെത്തേഡ്. അപ്പോൾ കമ്പ്യൂട്ടേഷണൽ മെത്തേഡ് അല്ലെങ്കിൽ ഒരു പറയുന്ന കാൽക്കുലേഷണൽ മെത്തേഡിലും എങ്ങനെയാണ് നമ്മൾ കൂടുതലും വിഷ്വലൊക്കെയാണ് അല്ലെ, ടി സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ നമ്മൾ വിഷ്വലാണ് കൊടുക്കുന്നത്. പക്ഷെ അവിടെ നമ്മൾ ചെറിയ ആംഗിൾ കാര്യങ്ങളോട് നോക്കിയേക്കണം. അപ്പൊ അതാണ് 3 മെത്തേഡ്സ്: ഡേയ്സ് ഫ്രെയിം, ഫുൾ ബ്ലൂം, DFFB, ഹീറ്റ് യൂണിറ്റ്, അതുപോലെ ടി സ്റ്റേജ്. 3 ടൈപ്പാണ് നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടേഷനിൽ കൊടുക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഫിസിയോളജിക്കൽ മെച്യൂരിറ്റി ഇൻഡിക്കേറ്റർ ആണ്. ഫിസിയോളജിക്കൽ എന്ന് പറയുമ്പോൾ ആ ഒരു ഫ്രൂട്ടിന്റെ അല്ലെങ്കിൽ വെജിറ്റബിളിന്റെ അല്ലെങ്കിൽ എഡിബിൾ പാർട്ട് ഏതാണോ ആ എഡിബിൾ പാർട്ടിന്റെ ഫിസിയോളജിയിൽ വ്യത്യാസം വരുന്നു. അതിനകത്തുള്ള സെൽസിന്, ടിഷ്യൂസിന്, കമ്പോണൻസിനൊക്കെ വ്യത്യാസം വരുന്നു. അത് നോക്കിയിട്ട് മനസ്സിലാക്കുന്ന ഇൻഡിക്കേറ്റർ ആണ് ഏത്? ഫിസിയോളജിക്കൽ മെച്യൂരിറ്റി ഇൻഡിക്കേറ്റർ. അപ്പോൾ കലണ്ടർ ബേസ്ഡ് മെത്തേഡും അതുപോലെ നമ്മുടെ എന്താണ് DFFB, അതുപോലെ ടി സ്റ്റേജ്, അതുപോലെ എന്താണ് നമ്മളുടെ ടെമ്പറേച്ചർ മെത്തേഡ്, ഈ 3 മെത്തേഡിനെയും കൂടി നോക്കുമ്പോൾ ഗ്രോവേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു കൾട്ടിവേഷൻ ചെയ്യുന്ന കൃഷിക്കാര് ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് കൂടി എന്തിന് നോക്കണം? ഫ്രൂട്ട് മെച്യൂരിറ്റി. ഇപ്പൊ നമ്മൾ ഇത്രയും മെച്യൂരിറ്റി ഇൻഡിസസ് പറഞ്ഞെങ്കിലും ഏതെങ്കിലും ഒന്ന് മാത്രമേ നമ്മൾ നോക്കുകയുള്ളൂ. ഇപ്പോൾ ഫ്രൂട്ട് ഇപ്പം മെച്യൂർ ആവുന്നു എന്ന് പറഞ്ഞു, അപ്പോൾ നമ്മൾ വിഷ്വൽ ആയിട്ട് നോക്കുകയാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു വിഷ്വൽ മെച്യൂരിറ്റി ഇൻഡിസസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഫ്രൂട്ട് കളർ ചേഞ്ച് ചെയ്യുന്നത് മാത്രമേ നോക്കുകയുള്ളൂ? ഇല്ല. എന്ത് നോക്കും? ആ ഒരു എന്താണ് അതിന്റെ ആ ഒരു പെഡീസൽ അല്ലെങ്കിൽ പെഡങ്കിൾ ഡാർക്ക് ആകുന്നുണ്ടോ നോക്കും. അതുപോലെ തന്നെ അതിന്റെ ആ ഒരു ഗ്രാവിറ്റേഷണൽ സ്പെസിഫിക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടിയിട്ടുണ്ടോ നോക്കും. അങ്ങനെ എല്ലാം നോക്കും. ഒരു മെത്തേഡ് മാത്രമല്ല ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതാ ഇവിടെ പറയുന്നത് ടെമ്പറേച്ചർ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ കലണ്ടർ മെത്തേഡോ മാത്രമല്ല, നമ്മൾ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള മെച്യൂരിറ്റി ഇൻഡിസസും കൂടെ നോക്കിയിട്ടാണ് മെച്യൂർ ആയോ ഇല്ലയോ അല്ലെങ്കിൽ ഹാർവെസ്റ്റിനുള്ള സമയമായോ ഇല്ലയോ നമ്മൾ കൺഫേം ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഫിസിയോളജിക്കൽ മെച്യൂരിറ്റി ഇൻഡിസസിൽ മെയിൻ ആയിട്ട് 2 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് റെസ്പിറേഷൻ റേറ്റ് ആണ്. നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. ഫ്രൂട്ടിന്റെ റെസ്പിറേഷൻ റേറ്റ് എന്ത് ചെയ്യും? അതിന്റെ മെച്യൂരിറ്റിയോടെ എത്തുമ്പോൾ അല്ലെങ്കിൽ ഹാർവസ്റ്റിന്റെ ടൈമിലോട് എത്തുമ്പോൾ എന്ത് ചെയ്യും? ഇൻക്രീസ് ആവും, കൂടും എന്ന് പറഞ്ഞു. അതുപോലെ എത്തിലിൻ ഇവല്യൂഷൻ അല്ലെങ്കിൽ എത്തിലിൻ പ്രൊഡക്ഷൻ നടക്കും. എത്തിലിനും നമുക്കറിയാം എന്താണ്? ഫ്രൂട്ട് റൈപ്പണിങ് ആയിട്ടുള്ള ഹോർമോൺ ആണ് എത്തിലിൻ. അപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ റൈപ്പൺ സ്റ്റേജിൽ നമ്മൾ എടുക്കണം, അല്ലെങ്കിൽ മെച്യൂരിറ്റി സ്റ്റേജിൽ നമ്മളത് എന്ത് ചെയ്യണം? കൾട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ റെസ്പിറേഷൻ റേറ്റ്, ഫിസിയോളജിക്കൽ ചേഞ്ചസ് നോക്കിയേ മതിയാവൂ. 2 ചേഞ്ചസ് ആണ്. ഒന്നാമത്തെ ചേഞ്ച് ഏതാണ്? റെസ്പിറേഷൻ റേറ്റ് ആണ്. രണ്ടാമത്തേത് എന്താണ്? എത്തിലിൻ എവല്യൂഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിസിയോളജിക്കൽ ചേഞ്ചസ് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ ഫിസിയോളജിക്കൽ മെച്യൂരിറ്റി എത്തുമ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എന്ത് ചെയ്യും? ഒരു ഇൻക്രീസ് ഇൻ റെസ്പിറേറ്ററി റേറ്റ് കാണിക്കും. അതിൻ്റെ എല്ലാം ബോഡിയിൽ റെസ്പിറേറ്ററി ആക്ടിവിറ്റി കൂടും. അതുപോലെ തന്നെ എന്താണ്? സ്പൈക്ക് ഇൻ കാർബൺ ഡയോക്സൈഡ് പ്രൊഡക്ഷൻ കാരണമാകും. റെസ്പിറേഷൻ റേറ്റ് കൂടുമ്പോൾ അവർ ബോഡിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അളവ് എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ് ഹോർമോൺ ആയിട്ടുള്ള അല്ലെങ്കിൽ റൈപ്പണിങ് ഹോർമോൺ എന്നറിയപ്പെടുന്ന എതിലിന്റെ അളവ് കൂടും. അപ്പൊ ഇതെല്ലാം സിഗ്നൽ കൊടുക്കുന്ന എന്തിനാണ്? ഓക്കെ, ഫ്രൂട്ട് മെച്ചുറായി അല്ലെങ്കിൽ ഫ്രൂട്ട് റൈപ്പൺ ആകാൻ തുടങ്ങി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഫിസിയോളജിക്കൽ ചേഞ്ചസും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ഹാർവെസ്റ്റ് ടൈം എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഫിസിയോളജിക്കൽ മെച്യൂരിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പൊ ഫിസിയോളജിക്കലി ചേഞ്ചസ് നോക്കിയിട്ടാണ് ഗ്രോവേഴ്സ് എന്ത് ചെയ്യുന്നത്? അതിന്റെ ഒപ്റ്റിമൽ ഹാർവെസ്റ്റ് ടൈം നോക്കുന്നത്. അപ്പൊ അത് ഉടനെ അത് കുറച്ചൊരു റെസ്പിറേറ്ററി റേറ്റ് അങ്ങ് കൂടി അല്ലെങ്കിൽ അതിന്റെ ചെറിയ രീതിയിലൊരു ചേഞ്ച് വന്നോണ്ട് നമ്മൾ പോയി ഹാർവെസ്റ്റ് ചെയ്യോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? അത് നോക്കണം, കറക്റ്റ് സമയമായോ നോക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റൂ. നമ്മൾ റൈപ്പണിങ്ങിനാണ് പോവേണ്ടതെങ്കിൽ അതിന് കൊടുക്കണം. അതുപോലെ എന്താണ്? അത് ഉടനെ റെഡി ടു യൂസ് ആണെങ്കിൽ നമ്മൾ റെഡി ടു യൂസിന് വേണ്ടി കൊടുക്കണം. സ്റ്റോറേജിനാണെങ്കിൽ അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ കറക്റ്റ് ഹാർവെസ്റ്റ് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടി നമ്മൾ ഈ ഒരു ഫിസിയോളജിക്കൽ മെച്യൂരിറ്റി ഇൻഡിക്കേറ്റേഴ്സ് നോക്കിയേ പറ്റുള്ളൂ. അപ്പൊ അത് നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഹാർവെസ്റ്റിനുള്ള സമയം അറിയാനായിട്ട് പറ്റും. അപ്പൊ ഫസ്റ്റ് ഫിസിയോളജിക്കൽ ഇൻഡിക്കേറ്റർ ആരാണ്? ഓഫ് കോഴ്സ് റെസ്പിറേറ്ററി റേറ്റ് തന്നെയാണ്. റെസ്പിറേറ്ററി റേറ്റിങ്ങിനെ എന്ത് ചെയ്യും? കൂടും. ആ ഒരു ഫ്രൂട്ടിന്റെ ബോഡിയിൽ അല്ലെങ്കിൽ വെജിറ്റബിളിന്റെ ബോഡിയിൽ റെസ്പിറേറ്ററി റേറ്റ് കൂടുന്നത് വഴി അതിന് ആ ഒരു റൈപ്പണിങ് പ്രോസസ്സ് അല്ലെങ്കിൽ അതിന്റെ മെച്ചുറേഷൻ പ്രോസസ്സ് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മളുടെ നോൺ ക്ലൈമാക്ടറിക് ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ അതെന്തായിരിക്കും? അതിന്റെ ട്രീയിലോ വൈനിലോ അല്ലെങ്കിൽ ആ പ്ലാന്റിലോ നിന്നിട്ട് തന്നെ ആയിരിക്കും അതെന്ത് ചെയ്യുന്നത്? റൈപ്പണിങ് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എത്തിലിൻ പ്രൊഡക്ഷൻ അതിന്റെ ആ ഒരു പ്ലാന്റിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന സമയത്തായിരിക്കും നടക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ആ ഒരു
നമ്മൾ ആ ഒരു നോൺ ക്ലൈമാറ്റിക് ഫ്രൂട്ട്സ് ഒക്കെയാണ് നമ്മൾ പ്ലക്ക് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ഹാർവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പിറേഷൻ റേറ്റ് നോക്കിയാൽ മനസ്സിലാവും. രണ്ടാമത്തെ ഇൻഡിക്കേറ്റർ ഏതാണ്? എത്തിലിൻ പ്രൊഡക്ഷൻ ആണ്. അപ്പോൾ ആ ഒരു മെച്ചുറേഷൻ സ്റ്റേജ് കഴിഞ്ഞ് അത് റൈപ്പണിങ്ങിലേക്ക് പോകുമ്പോൾ എത്തിലിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ അളവ് കൂടും. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു മെച്യൂരിറ്റി അളന്നെടുക്കാം, അല്ലെങ്കിൽ മെച്യൂരിറ്റി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആണല്ലോ? വളരെ വലിയ ടഫ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, സിമ്പിളായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, കുറച്ച് എന്താണ് ഇൻഡിക്കേറ്റർ ആയിട്ട് നമ്മൾ പഠിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് അഡ്വാൻസ്ഡ് മെച്യൂരിറ്റി അസസ്മെന്റ് ടെക്നിക്കാണ്. അപ്പോൾ അഡ്വാൻസ്ഡ് എന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് പ്രൊസീജിയേഴ്സ് കൂടും, അല്ലെങ്കിൽ അവിടെ കുറച്ച് പൈസ ചിലവാകും, ലബോറട്ടറിയുടെയൊക്കെ ആവശ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള മെച്യൂരിറ്റി ഇൻഡിസസ്, ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ പൈസ ചിലവൊന്നുമില്ല, നമ്മൾ നോർമലി ചെയ്യുന്ന കാര്യമാണ്. ഏതാ നോർമലി ചെയ്യുന്ന കാര്യം? നോക്കി മനസ്സിലാക്കും, ഡ്രൈ ആയോ ഇല്ലയോ എന്ന് മനസ്സിലാക്കും. അതുപോലെ തന്നെ എന്താണ് അതിനകത്ത് ആ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി കൂടിയിട്ടുണ്ടോ ഇല്ലയോ നോക്കും, ടി സ്റ്റേജ് നോക്കും, അല്ലെങ്കിൽ കലണ്ടർ ഡേറ്റ് നോക്കും. ഇതൊക്കെയാണ് ട്രഡീഷണൽ മെത്തേഡ്. വലിയ രീതിയിൽ പൈസ ചെലവ് കാര്യങ്ങളൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ട്രഡീഷണൽ മെത്തേഡ്സ് ഉണ്ട്. പക്ഷേ ഈ ട്രഡീഷണൽ മെത്തേഡ്സ് മാത്രം പോരാ. നമ്മൾ ഹാർവെസ്റ്റിന് ഒരു ലാർജ് സ്കെയിലുള്ള ഒരു കൾട്ടിവേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് വേണം. അപ്പം നമ്മൾ കറക്റ്റ് ആയിട്ട് നല്ല രീതിയിലുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ സപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യുള്ളൂ? ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ നല്ല രീതിയിൽ കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് അഡ്വാൻസ്ഡ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ മെച്യൂരിറ്റി സ്റ്റേജ് അളന്നെടുക്കണം. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് ഈ ഒരു അഡ്വാൻസ്ഡ് മെച്യൂരിറ്റി അസസ്മെന്റ് ടെക്നിക്സ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് മെത്തേഡ് ഒപ്റ്റിക്കൽ മെത്തേഡ്. അപ്പോൾ ഒപ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്തുവാണ്? ലെൻസുമായിട്ട് അതുപോലെ ലൈറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നതാണ് ഈ ഒരു ഒപ്റ്റിക്സ് മെത്തേഡ്. അപ്പോൾ ലൈറ്റിന്റെ സഹായത്തോടു കൂടി ചെയ്യുന്ന മെത്തേഡാണ് ഒപ്റ്റിക്സ് മെത്തേഡ്. രണ്ടാമത്തേത് അക്വസ്റ്റിക് ആൻഡ് വൈബ്രേഷൻ ടെസ്റ്റ് ആണ്. അക്വസ്റ്റിക് വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ ശബ്ദത്തിന്റെ ഇതിൽ അതിനകത്ത് നടക്കുന്ന വൈബ്രേഷന്റെ വ്യത്യാസം വെച്ച് മനസ്സിലാക്കിയെടുക്കുന്ന ടെസ്റ്റ് ആണ് അക്വസ്റ്റിക് ആൻഡ് വൈബ്രേഷൻ ടെസ്റ്റ്. നെക്സ്റ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് മെഷർമെന്റ് ആണ്. അവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് മെഷർമെന്റ്സ് ആണ് നടക്കുന്നത്. അതുപോലെ നിയർ ഇൻഫ്രാറെഡ് റിഫ്ലക്റ്റൻസും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ആണെങ്കിലും ഇൻഫ്രാറെഡ് റിഫ്ലക്റ്റൻസ് ഒക്കെ ആണെങ്കിലും ഇതിനകത്ത് നടക്കുന്ന ആ ഒരു ചേഞ്ചസ്, അതിനകത്ത് നടക്കുന്ന അയോൺസിന്റെയും കാര്യങ്ങളുടെയൊക്കെ ചേഞ്ചസ് വെച്ചിട്ട് മെച്യൂരിറ്റി മനസ്സിലാക്കുന്ന ടെക്നിക്സ് ആണ്. അപ്പോൾ ഇത്രയും ആൾക്കാരാണ് നമ്മുടെ അഡ്വാൻസ്ഡ് മെച്യൂരിറ്റി അസസ്മെന്റ് ടെക്നിക്സിൽ വരുന്നത്. ആരൊക്കെയാണ്? ഫസ്റ്റ് ഒപ്റ്റിക്കൽ മെത്തേഡ്, രണ്ടാമത്തേത് അക്വസ്റ്റിക് ആൻഡ് വൈബ്രേഷൻ, മൂന്നാമത്തേത് ഇലക്ട്രോ മാഗ്നറ്റിക് മെഷർമെന്റ്, നാലാമത്തേത് നിയർ ഇൻഫ്രാറെഡ് റിഫ്ലക്റ്റൻസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓരോ നോക്കാം. അപ്പൊ ഈ ഒരു അഡ്വാൻസ്ഡ് മെച്യൂരിറ്റി അസസ്മെന്റ് ടെക്നിക്സ് വെച്ചിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഗ്രേറ്റർ പ്രിസിഷൻ കിട്ടും. എന്തിനുള്ളതാണ്? ഈ ഒരു ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് അതിന്റെ കറക്റ്റ് ഫിസിയോളജിക്കൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്, അതെന്താണ് നന്നായിട്ട് ഗ്രോ ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ മെച്യൂർ ആയിട്ടുണ്ട്, ഗുഡ് ക്വാളിറ്റി ഉണ്ട്, അതുപോലെ എന്താണ് എല്ലാ സംഭവങ്ങളും ഗുഡ് ആയിട്ട് വന്നിട്ടുണ്ടോ നമുക്ക് ഏതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും? ഈ ഒരു അഡ്വാൻസ്ഡ് മെച്യൂരിറ്റി ഇൻഡിക്കേറ്റേഴ്സിൽ നിന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു അഡ്വാൻസ്ഡ് മെച്യൂരിറ്റി അസസ്മെന്റ് ടെക്നിക്സ് ഉള്ളതുകൊണ്ട് തന്നെ കറക്റ്റ് സമയത്ത് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം എന്താണ്, നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് കണ്ടോ അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കുന്ന കാര്യങ്ങളല്ല ഇവിടെ വരുന്നത്. കൂടുതലും എങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കിട്ടുന്ന ആൻസർ വെച്ചിട്ട് ചെയ്യുന്നതാണ് ഈ ഒരു അഡ്വാൻസ്ഡ് മെച്യൂരിറ്റി അസസ്മെന്റ് ടെക്നിക്സ്. അപ്പോൾ അതിൽ ഫസ്റ്റ് പറഞ്ഞ ഏതായിരുന്നു? ഒപ്റ്റിക്കൽ മെത്തേഡ്സ് ആണ്. അപ്പോൾ ഒപ്റ്റിക്കൽ മെത്തേഡ്സിൽ മെയിൻ ആയിട്ട് വരുന്നത് സ്പെക്ട്രോസ്കോപ്പിക് അനലൈസിസ് ആണ്. ലൈറ്റിന്റെ സ്പെക്ട്രംസ് തെളിയുമല്ലോ, ആ സ്പെക്ട്രം വെച്ചിട്ട് കിട്ടുന്ന അനലൈസിസ് ആണ് ഈ ഒരു ഒപ്റ്റിക്കൽ മെത്തേഡ്. ജസ്റ്റ് കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതി, ഡീറ്റെയിൽ ആയിട്ട് ഇത് എങ്ങനെ ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പഠിക്കേണ്ടതായിട്ടില്ല. ഒപ്റ്റിക്കൽ മെത്തേഡ്സിൽ വരുന്നത് എന്താണ്? സ്പെക്ട്രോസ്കോപ്പിക് അനലൈസ് ആണ്. അപ്പോൾ അത് ഒരു ഇമേജിംഗ് ടെക്നിക്കാണ്. ഈ ഇമേജിംഗ് ടെക്നിക്ക് എന്ത് സഹായിക്കും? ഡിറ്റക്ട് ദി വിഷ്വൽ ചേഞ്ചസ് അസോസിയേറ്റഡ് വിത്ത് മെച്യൂരിറ്റി. ഇപ്പോൾ ഒരു ഫ്രൂട്ട് കുഞ്ഞായിരിക്കുന്നതിനകത്ത് ഉള്ള പോലെ ആയിരിക്കും അത് വലുതായി മെച്യൂർ ആവുന്ന സമയത്ത് അതിനകത്ത് വരുന്ന കമ്പോണൻസിന്റെ ഒക്കെ പ്രസൻസ് ആയിരിക്കില്ല. അപ്പൊ ആ ഓരോ കാര്യങ്ങൾ മാറുന്നതനുസരിച്ച് ഈ ഒരു സ്പെക്ട്രോസ്കോപ്പിക് അനലൈസിൽ എന്ത് വരും? വ്യത്യാസം വരും. അപ്പോൾ കറക്റ്റ് മെച്യൂരിറ്റി സ്റ്റേജ് എത്തുമ്പോൾ അതിനകത്ത് വരുന്ന വിഷ്വൽ ചേഞ്ചസ് വെച്ചിട്ട് ചെയ്യുന്ന മെത്തേഡാണ് ഒപ്റ്റിക്കൽ മെത്തേഡ്സ്. അവിടെ വരുന്ന അനാലിസിസ് ടെക്നിക്ക് ഏതാണ്? സ്പെക്ട്രോസ്കോപ്പിക് അനലൈസ് ആണ്. ഈ പേര് പറഞ്ഞോ, പഠിച്ചോളണം. സ്പെക്ട്രോസ്കോപ്പിക് അനലൈസ് ആണ് ഈ ഒരു ഒപ്റ്റിക്കൽ മെത്തേഡ്സിൽ വരുന്നത്. രണ്ടാമത് നമ്മൾ കണ്ടത് ആരെയായിരുന്നു? അക്വസ്റ്റിക് ആയിരുന്നു. അക്വസ്റ്റിക് ആൻഡ് വൈബ്രേഷൻ ടെസ്റ്റ് ആണ്. ഇതെന്തിനാണ്? ആ ഒരു ഫ്രൂട്ടിന്റെ അല്ലെങ്കിൽ വെജിറ്റബിളിന്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടി അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്താ മെക്കാനിക്കൽ പ്രോപ്പർട്ടി?
അപ്പോൾ നമ്മളൊരു തണ്ണിമത്തൻ എടുക്കുകയാണ്, തണ്ണിമത്തൻ എടുത്തിട്ട് അത് എങ്ങനെയാണ് നല്ലതാണോ ഇല്ലയോ എന്ന് അറിയുന്നത് നമ്മളതിൽ ഇങ്ങനെ കൊട്ടി നോക്കും അല്ലേ. ആ കൊട്ടി നോക്കുമ്പോൾ അതിന്റെ സൗണ്ട് അല്ലെങ്കിൽ ആ ഒരു എക്കോടെ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു വരുന്ന ആ ഒരു ശബ്ദത്തിന്റെ വ്യത്യാസം, ഫ്ലൂയിഡ് ഒക്കെ കൂടുതലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വൈബ്രേഷൻ എന്തായിരിക്കും, വ്യത്യാസം വരും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു മെത്തേഡ്, വൈബ്രേഷന്റെ എല്ലാം ആ ഒരു സൗണ്ടിന്റെ വ്യത്യാസത്തിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനകത്തുള്ള മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കുന്നതാണ് അക്വസ്റ്റിക്. അപ്പൊ അക്വസ്റ്റിക് എന്തിനു വേണ്ടി യൂസ് ചെയ്യാണ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ അതെന്തിനു സഹായിക്കും, മെച്യൂരിറ്റി കണ്ടുപിടിക്കാൻ സഹായിക്കും. മൂന്നാമത്തെ ഏതാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് മെത്തേഡ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് മെത്തേഡ്സിൽ നമ്മൾ ഇലക്ട്രിക്കൽ ഇംപെഡൻസ് ചേഞ്ചസ് ആണ് വരുന്നത്. അപ്പോൾ അതിൽ വരുന്ന അയോൺസിന്റെ ചേഞ്ച് അനുസരിച്ച് അവിടെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആയിട്ട് കിട്ടുന്ന വേവ്സിൽ വ്യത്യാസം വരും. ആ വേവ്സ് മനസ്സിലാക്കി അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്രോപ്പിന്റെ ഫിസിയോളജിക്കൽ സ്റ്റേറ്റ് ഓഫ് മെച്യൂരിറ്റി മനസ്സിലാക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന മെത്തേഡാണ് ഇലക്ട്രോ മാഗ്നറ്റിക് മെത്തേഡ്. അപ്പോൾ ഈ 3 മെത്തേഡ്സ് ആണ് നമ്മുടെ അഡ്വാൻസ്ഡ് മെച്യൂരിറ്റി അസസ്മെന്റ് ടെക്നിക്സിൽ വരുന്നത്. അപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒന്നും കൂടി വ്യക്തമാകാൻ പറയാണ്. ഒപ്റ്റിക്കൽ മെത്തേഡ്സ് എന്ത് ചെയ്യുന്നതാണ്, സ്പെക്ട്രോസ്കോപ്പിക് അനലൈസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ചേഞ്ചസ് വരാം, ഡിറ്റക്ട് ചേഞ്ചസ് ഇൻ കളർ വരാം, കളറിന്റെ വ്യത്യാസം മെച്ചുവർ ആവുന്ന അനുസരിച്ച് കളർ മാറും എന്ന് പറഞ്ഞില്ലേ. മാംഗോയിലൊക്കെ എങ്ങനെയാണ്, ഒലിവ് ഗ്രീനിലേക്ക് മാറും. അതുപോലെ തന്നെ ഓറഞ്ച് ഒക്കെ ആണെങ്കിൽ എങ്ങനെയാണ്, അതിന് കളർ വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ ഡിറ്റക്ട് ചേഞ്ചസ് ഇൻ കളർ, അതുപോലെ ടെക്സ്ചറിൽ വ്യത്യാസം വരും. അതുപോലെ തന്നെ അതർ വിഷ്വൽ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം വരും. നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ചേഞ്ചസ് ഒക്കെ വരും. അതെല്ലാം മനസ്സിലാക്കുന്ന ടെക്നിക്സ് ആണ് ഈ ഒരു ഒപ്റ്റിക്കൽ ടെക്നിക്സിൽ വരുന്നത്. ഏത് അനലൈസാണ് വരുന്നത്, സ്പെക്ട്രോസ്കോപ്പിക് അനലൈസ് ആണ് ഒപ്റ്റിക്കൽ മെത്തേഡ്സിൽ വരുന്നത്. രണ്ടാമത് പറഞ്ഞ അക്വസ്റ്റിക്കും വൈബ്രേഷനും എങ്ങനെയാണ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫ്രൂട്ട്സിന്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടി മെച്ചുവർ ആകുമ്പോഴത്തേക്ക് വേറൊരു തരത്തിലായിരിക്കും. അപ്പോൾ ആ ഒരു മെക്കാനിക്കൽ പ്രോപ്പർട്ടി അനലൈസ് ചെയ്തുകൊണ്ട് മെച്ചുറേഷൻ മനസ്സിലാക്കുന്നതാണ് അക്വസ്റ്റിക് ആൻഡ് വൈബ്രേഷൻ ടെസ്റ്റ്. മൂന്നാമത് പറഞ്ഞത് ഇലക്ട്രോ മാഗ്നറ്റിക് മെത്തേഡ്സ്. അവിടെ എന്താണ്, ഇലക്ട്രിക്കൽ ഇംപെഡൻസ് ചേഞ്ചസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അവിടെ യൂസ് ചെയ്യുന്നത് നിയർ ഇൻഫ്രാറെഡ് റിഫ്ലക്റ്റൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഇന്റർണൽ കോമ്പോസിഷൻസ് നമ്മളിങ്ങനെ ഇൻഫ്രാറെഡ് റേസ് ഒക്കെ യൂസ് ചെയ്ത് അനലൈസ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേവ്സ് കാണിക്കും. അപ്പൊ ആ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേവ്സ് എന്താണ്, ഇലക്ട്രിക്കൽ ഇംപെഡൻസ് ചേഞ്ചസ് ആണ്. ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ചാർജ്ഡ് ആയിട്ടുള്ള അയോൺസിന്റെ ചേഞ്ചസ് കാണിക്കും. ആ ചേഞ്ചസ് വെച്ചിട്ട് നമ്മൾ മെച്യൂരിറ്റി അനലൈസ് ചെയ്യുന്ന മെത്തേഡാണ് ഇലക്ട്രോ മാഗ്നറ്റിക് മെത്തേഡ്സ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഇന്റഗ്രേറ്റിംഗ് മൾട്ടിപ്പിൾ മെച്യൂരിറ്റി ഇൻഡസസ് ആണ്. പേര് കേൾക്കുമ്പോൾ പേടി തോന്നും, ഒന്നുമില്ല, എളുപ്പമാണ്. അപ്പോൾ ഇന്റഗ്രേറ്റിംഗ് മൾട്ടിപ്പിൾ മെച്യൂരിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഞാൻ പറഞ്ഞു ലാർജ് സ്കെയിലൊക്കെയാണ് കൾട്ടിവേഷൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഏതെങ്കിലും ഒരു മെച്യൂരിറ്റി ഇൻഡസസിനെ ആശ്രയിച്ചുകൊണ്ട് ആ ഒരു ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിള് ഹാർവെസ്റ്റ് ചെയ്യാറായി എന്ന് പറയുന്നത് ബുദ്ധിമോശമാണ് അല്ലേ. അത് ചിലപ്പോൾ നമുക്ക് ഒന്നുകിൽ ടു ഏർലി ആയിട്ടോ അല്ലെങ്കിൽ ടു ലേറ്റോ ആയിട്ടുള്ള ഹാർവെസ്റ്റിനൊക്കെ കാരണവും ഏതെങ്കിലും ഒന്നിനെ ആശ്രയിക്കുമ്പോൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് ആയിട്ടുള്ള ഈ മെച്യൂരിറ്റി ഇൻഡസസിനെ ആശ്രയിച്ചിട്ട് മെച്യൂരിറ്റി കൺഫേം ചെയ്തിട്ട് ഒരു ഹാർവെസ്റ്റ് ഡേറ്റ് പിക്ക് ചെയ്യണം. അപ്പൊ അങ്ങനെ പിക്ക് ചെയ്തിട്ട് ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടും, ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള പോസ്റ്റ് ഹാർവെസ്റ്റ് ക്വാളിറ്റി, ഷെൽഫ് ലൈഫ്, അതുപോലെ ഓവറോൾ മാർക്കറ്റ് സക്സസ് കിട്ടും ഇല്ലേ. നമ്മൾ ഇപ്പോൾ ഒരു മെത്തേഡ് ഉണ്ട്, ആ ഒരു മെത്തേഡ് നല്ലതാണ്, ഓക്കെ നല്ലതാണ്. പക്ഷെ ആ മെത്തേഡ് മാത്രം വേണ്ട, ഒന്നും കൂടി വേറൊരു മെത്തേഡിനെ കൂടി ആശ്രയിക്കാം. അപ്പൊ കുറച്ചും കൂടി എന്താണ്, കൺഫേം ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടുമല്ലോ. അപ്പൊ അതുകൊണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മെച്യൂരിറ്റി ഇൻഡസസ് മാത്രമല്ല, ഒന്നിലധികം മെച്യൂരിറ്റി ഇൻഡസസിനെ ആശ്രയിച്ചുകൊണ്ട് മെച്യൂരിറ്റി മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇന്റഗ്രേറ്റഡ് മൾട്ടിപ്പിൾ മെച്യൂരിറ്റി ഇൻഡസസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് പറഞ്ഞ ഡേയ്സ് ഫ്രം ബ്ലൂമിന്റെ കാര്യമാണ്, നമ്മളുടെ DFFB. അപ്പൊ ഈ ഒരു ഡേയ്സ് ഫ്രം ബ്ലൂം എന്ന് പറയുമ്പോൾ നമുക്ക് മെച്യൂരിറ്റിയുടെ ഒരു ഇനിഷ്യൽ എസ്റ്റിമേറ്റ് എടുക്കാം. ഇപ്പൊ മാംഗോയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ മാംഗോ ഓക്കെ, അത് പൂത്തു, ആ ഒരു മാവ് പൂത്തു നിൽക്കുകയാണ്. ഒരു 120 ഡേയ്സ് കഴിയുമ്പോൾ മാംഗോ കിട്ടും എന്ന് നമുക്കൊരു ഇനിഷ്യൽ ഒരു മെച്യൂരിറ്റിയെ പറ്റി ഒരു ഐഡിയ കിട്ടും. അപ്പൊ കലണ്ടറിൽ നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്തിടാം. നെക്സ്റ്റ് വന്ന ഹീറ്റ് യൂണിറ്റ് ആണ്. അപ്പൊ മാവ് പൂത്ത് നിൽക്കുന്ന സമയത്ത് പെട്ടെന്നൊരു മഴ പെയ്യാൻ അല്ലെങ്കിൽ ടെമ്പറേച്ചറിൽ പെട്ടെന്നൊരു ഫോൾ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും അതിൽ നിന്ന് കുറച്ച് വരാം. ഓക്കെ, ടെമ്പറേച്ചർ ഫോൾ വന്നു, അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും, ഡേയ്സ് കൂടും. അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടി, ഓക്കെ, അപ്പോൾ ഡേയ്സ് കുറയും. അങ്ങനെ ഒരു കാര്യം കൂടി നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. മൂന്നാമത് പറയുന്ന ഫിസിയോളജിയാണ്. അപ്പോൾ ആ ഒരു മെച്യൂരിറ്റിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ചേഞ്ചസ് വരികയാണ്, ആ ഒരു ഫിസിയോളജിക്കൽ ചേഞ്ചസ് വരികയാണ്. മാംഗോയുടെ മൊത്തത്തിൽ സൈസ്, ഷേപ്പ്, അതുപോലെ കളർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വ്യത്യാസം വരികയാണ്. അതിന്റെ റെസ്പിറേഷൻ മാറുന്നു, കാർബൺ ഡയോക്സൈഡിന്റെ പ്രൊഡക്ഷനിൽ വ്യത്യാസം വരുന്നു. എതിലിൽ മോണിറ്റർ ചെയ്യുമ്പോഴൊക്കെ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഓക്കെ മെച്യൂരിറ്റിക്കുള്ള സമയം
കുറഞ്ഞു അല്ലെങ്കിൽ കൂടി എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ ആകെ ഒരു സ്റ്റേജിന് അല്ലെങ്കിൽ ഒരു മെത്തേഡിനെ മാത്രമല്ല എന്ത് ചെയ്തേക്കുന്നത്, ആശ്രയിച്ചിരിക്കുന്നത്. കൂടുതൽ മെത്തേഡിനെ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു മെച്യൂരിറ്റി അല്ലെങ്കിൽ ഹാർവെസ്റ്റ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് ഇന്റഗ്രേറ്റഡ് മൾട്ടിപ്പിൾ മെച്യൂരിറ്റി ഇൻഡിസസ് കൊണ്ട് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി മെച്യൂരിറ്റി ഇൻഡിസസും അതുപോലെ കൾട്ടിവർ ഡിഫറൻസും ആണ് പറയുന്നത്. അപ്പോൾ കൾട്ടിവർ എന്ന് പറയുമ്പോൾ ക്രോപ്പാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഏതാണോ കൾട്ടിവേറ്റ് ചെയ്യുന്നത് ആ ക്രോപ്പിനെയാണ് ഇവിടെ കൾട്ടിവർ എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് സിമ്പിൾ കാര്യമാണ്. അതായത് ഒപ്റ്റിമൽ മെച്യൂരിറ്റി ഇൻഡിസസും അതുപോലെ എന്താണ് കമ്പ്യൂട്ടേഷണൽ മെത്തേഡ്സും എല്ലാം ഓരോ ഡിഫറെന്റ് ക്രോപ്സിനും ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ മാംഗോയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെയുള്ള ഒരു മെച്യൂരിറ്റി ഇൻഡിസസ് ആയിരിക്കില്ല ഓറഞ്ചിലേക്ക് വരുമ്പോൾ. ഓറഞ്ചിനെ പോലെ ആയിരിക്കില്ല വാട്ടർമെലനെ പോലെ ആയിരിക്കില്ല ബനാനയ്ക്ക്. ഓരോ കൾട്ടിവറിനും ഓരോ ക്രോപ്പിനും ഓരോ രീതിയിലായിരിക്കും അതിന്റെ മെച്യൂരിറ്റി ഇൻഡിസസ് വരുന്നത്. അപ്പൊ ഓരോ കൾട്ടിവറിനും യൂണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ആപ്പിളിന്റെ അതേപോലെയാണോ മാംഗോയ്ക്ക്? അല്ല. മാംഗോയുടെ അതേപോലെയാണോ ഏതെങ്കിലും പൾസസ് എടുക്കുമ്പോൾ? അല്ല. ഓരോ ക്രോപ്പിനും ഓരോ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഗ്രോത്ത് പാറ്റേൺസ് വ്യത്യാസമായിരിക്കും. ചിലർക്ക് 2 മാസം മതി, ചിലർക്ക് 3 മാസം മതി, ചിലർക്ക് 6 മാസത്തിലധികം വേണ്ടി വരും. അപ്പോൾ ഓരോ ക്രോപ്പിനും ഓരോ ഡിഫറെന്റ് പാറ്റേൺസിലായിരിക്കും. അതുപോലെ എൻവയോൺമെന്റൽ റിക്വയർമെന്റ്, ചിലതിനാണെങ്കിൽ ഒരുപാട് വെള്ളം വേണം, ചിലതിന് കുറച്ച് വെള്ളം മതി, ചിലതിനാണെങ്കിൽ വെള്ളം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നം വരും. പിന്നെ ടെമ്പറേച്ചറിന്റെ കാര്യമാണ്. ചിലതെന്താണ് തണുപ്പത്ത് മാത്രമേ വളരുള്ളൂ, ചിലത് നല്ല ചൂടിൽ മാത്രമേ വളരുള്ളൂ. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ അവരുടെ മെച്യൂരിറ്റി ഇൻഡിസസിലും വ്യത്യാസം വരും. അപ്പോൾ ഓരോ കൾട്ടിവറിനനുസരിച്ച് ഓരോ ക്രോപ്പിനനുസരിച്ച് മെച്യൂരിറ്റി ഇൻഡിസസ് എന്താണ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സം ഫ്രൂട്ട്സിന്റെ കാര്യമാണ്. എന്താണ് ഫിസിയോളജിക്കൽ മെച്യൂരിറ്റി ചിലപ്പോൾ എന്താണ് നേരത്തെ വരും അല്ലെങ്കിൽ താമസിച്ച് വരും. അല്ലെങ്കിൽ എന്താണ് ഡിഫറൻസ് ഇൻ DFFB, എന്താണ് ഫ്ലവർ ബ്ലൂം ചെയ്തിട്ട് ആ ഒരു മെച്യൂരിറ്റി സ്റ്റേജിലേക്ക് ഫ്രൂട്ട് എത്തുന്നതിനുള്ള ദിവസങ്ങളിൽ വ്യത്യാസം വരും. ചിലതിന് 90 ഡേയ്സ് മതിയാവും, ചിലതിന് 120 ഡേയ്സ് മതിയാവും. അപ്പൊ അതൊക്കെ നമുക്ക് പഠിക്കാം കേട്ടോ. എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതുപോലെ ഹീറ്റ് യൂണിറ്റിന്റെ അക്യുമുലേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞു ടെമ്പറേച്ചർ, ചിലതിന് ചെറിയ ടെമ്പറേച്ചർ മതി, ചിലതിന് കൂടുതൽ ടെമ്പറേച്ചർ വേണം. അപ്പൊ ഹീറ്റ് യൂണിറ്റിന്റെ അക്യുമുലേഷനിൽ വ്യത്യാസം വരും. അതുപോലെ തന്നെ എന്താണ് ഈ ഒരു T സ്റ്റേജിന്റെ കാര്യം. T സ്റ്റേജ് നമുക്കറിയാം 90 ഡിഗ്രി ആംഗിൾ ഫോം ചെയ്യുന്നതിനാണ് T സ്റ്റേജ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ T സ്റ്റേജും ചിലതിന് എന്താണ് 90 ഡേയ്സ് ഒരു T സ്റ്റേജ് ഒക്കെ ഫോം ചെയ്യാം, ചിലതിന് 90 കഴിഞ്ഞ് 120 കഴിഞ്ഞാലും T സ്റ്റേജ് വരണം എന്നില്ല. അപ്പൊ ഓരോ ക്രോപ്പിനും ഓരോ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതിന്റെ ഫിസിയോളജിക്കൽ ചേഞ്ചസ് അനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ ഗ്രോത്ത് പാറ്റേൺസ് അനുസരിച്ച് അതിന്റെ ക്യാരക്ടർ അനുസരിച്ച് മാറ്റങ്ങൾ വരാം. അപ്പോൾ ഓരോ ക്രോപ്പിനും ഓരോ രീതിയിലാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കൃഷി ചെയ്യാനായിട്ട് ഇറങ്ങാൻ. അല്ലാണ്ട് ഏതെങ്കിലും ഒരു ക്രോപ്പിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് ഓക്കെ എനിക്കെല്ലാം മനസ്സിലായി, കൃഷിയെ പറ്റി മനസ്സിലായി എന്ന് വെച്ചിട്ട് കൃഷി ചെയ്യാൻ ഇറങ്ങിയാൽ എന്ത് സംഭവിക്കും? ഓരോ ക്രോപ്പിനും ഓരോ രീതിയിലാണ്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെച്യൂരിറ്റി ഇൻഡിസസിന് വ്യത്യാസം വരും. ഹാർവെസ്റ്റ് ഡേയ്സ് പിക്ക് ചെയ്യുമ്പോൾ വ്യത്യാസം വരും. അതോടുകൂടി കൃഷി എന്ത് ചെയ്യും? വെള്ളത്തിലാവും. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യരുത്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് പാറ്റേൺസും അതുപോലെ മെച്യൂരിറ്റി ഇൻഡിസസും ഓരോ ക്രോപ്പിനും ഓരോ രീതിയിലാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു മെച്യൂരിറ്റി ഡേറ്റ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഹാർവെസ്റ്റ് ചെയ്ത് പഠിച്ചിട്ട് വേണം ഈ ഒരു വലിയ ലാർജ് സ്കെയിലായിട്ട് നമ്മളിങ്ങനെയുള്ള കൃഷിയിലേക്ക് ഇറങ്ങാനായിട്ട്. അപ്പൊ ഇത്രയാണ് മെച്യൂരിറ്റി ഇൻഡിസസിനെ പറ്റിയിട്ട് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വിച്ച് ഓഫ് ദി ഫോളോയിങ് മെത്തേഡ്സ് ഈസ് എ സ്ട്രെയിറ്റ് ഫോർവേഡ് കലണ്ടർ ബേസ്ഡ് അപ്രോച്ച് ടു അക്സസ് ക്രോപ്പ് മെച്യൂരിറ്റി? താഴെ തന്നിരിക്കുന്നതിൽ ഏത് മെത്തേഡാണ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കലണ്ടർ ബേസ്ഡ് അപ്രോച്ച് കൊടുക്കുന്നതെന്നാണ്. ഓപ്ഷൻ എ ഡേയ്സ് ഫ്രം ഫുൾ ബ്ലൂം, ഓപ്ഷൻ ബി ഹീറ്റ് യൂണിറ്റ്സ്, ഓപ്ഷൻ സി T സ്റ്റേജ്, ഓപ്ഷൻ ഡി സോയിൽ മോയ്സ്ചർ ലെവൽ. ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഡേയ്സ് ഫ്രം ഫുൾ ബ്ലൂം ആണ്. അപ്പോൾ ഇതെന്താ ഡേയ്സ് ഫ്രം ഫുൾ ബ്ലൂം പറയുന്നത്? എന്താണ്? ആ ഒരു ഫ്ലവർ ഉണ്ടാവുന്ന തൊട്ട് അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞ് ആ ഒരു ഫ്രൂട്ടിന്റെ ലക്ഷണം കാണിക്കുന്ന ആ ഡേ തൊട്ട് എന്ന് വരെയാണ് മെച്യൂരിറ്റി. അപ്പൊ ഇതിലൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ പെരേണിയൽ അല്ലെങ്കിൽ ഷോർട്ട് ടേം ആയിട്ട് നിൽക്കുന്ന ഫ്ലവേഴ്സിൽ മാത്രമേ ആപ്ലിക്കബിൾ ആവുള്ളൂ. 2-3 വർഷം കൂടുമ്പോൾ കായ്ക്കുന്ന ക്രോപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൾട്ടിവറൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. പെരേണിയലായിട്ട് നമ്മൾ ഓൾറെഡി ഇത് ചെയ്ത് ശീലമുള്ളതും അതുപോലെ കണ്ട് പരിചയം ഉള്ളതുമായിട്ടുള്ള ക്രോപ്സിനാണ് കൂടുതലും ഈ ഒരു ഡേയ്സ് ഫ്രം ഫുൾ ബ്ലൂം ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. എക്സാമ്പിൾ ആരാണ്? മാംഗോ ആണ്. നമ്മൾ എല്ലാത്തിനും മാംഗോ ആണ് എക്സാമ്പിൾ പറഞ്ഞത്, ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓപ്ഷൻ എ ഡേയ്സ് ഫ്രം ഫുൾ ബ്ലൂം ആണ് കലണ്ടർ ബേസ് അപ്രോച്ച് ആയിട്ട് നമ്മൾ പറയുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആംഗിൾ ബിറ്റ്വീൻ ദ ഫ്രൂട്ട് റെസിപ്റ്റിക്കൽ ആൻഡ് പെഡിസെൽ ഇൻഡിക്കേറ്റ്സ് ക്രോപ്പ് മെച്യൂരിറ്റി ഇൻ ദി ടി സ്റ്റേജ് മെത്തേഡ്? ടി സ്റ്റേജ് മെത്തേഡിൽ ഏത് ആംഗിൾ ആണ് ഫ്രൂട്ടിന്റെ മെച്യൂരിറ്റി കാണിക്കുന്നതെന്നാണ്. അപ്പൊ ഏത് ആംഗിൾ ആണ്? ടി എന്ന് എഴുതുമ്പോൾ ഏത് ആംഗിളാണ് വരുന്നത്? 90 ഡിഗ്രി ആണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ, 90 ഡിഗ്രീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദി അക്യൂമുലേഷൻ ഓഫ് ഹീറ്റ് യൂണിറ്റ്സ് ഓർ ഡിഗ്രി ഡേയ്സ് എബവ് എ ബേസ് ടെമ്പറേച്ചർ ഹെൽപ്പ് പ്രെഡിക്റ്റ്? ഹീറ്റ് യൂണിറ്റ് അല്ലെങ്കിൽ ഡിഗ്രി ഡേയ്സ് എന്താണ് അതിന്റെ ഒരു അക്യൂമുലേഷൻ കാരണം നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്, എന്താണ് പ്രെഡിക്റ്റ് ആവുന്നതെന്നാണ്. ഓപ്ഷൻ എ റെയിൻഫോൾ പാറ്റേൺസ്, ഓപ്ഷൻ ബി ക്രോപ്പ് ഈൽഡ്, ഓപ്ഷൻ സി ക്രോപ്പ് മെച്യൂരിറ്റി, ഓപ്ഷൻ ഡി പെസ്റ്റ് ഇൻഫെസ്റ്റേഷൻ. ഏതാണ്? ഓപ്ഷൻ സി ക്രോപ്പ് മെച്യൂരിറ്റി ആണ് നമുക്ക് ഈ ഒരു ഹീറ്റ് യൂണിറ്റ് വഴി കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് വൺ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ദ ഡേയ്സ് ഫ്രം ഫുൾ ബ്ലൂം മെത്തേഡ് ടു ആക്സസ് ക്രോപ്പ് മെച്യൂരിറ്റി? ഡേയ്സ് ഫ്രം ഫുൾ ബ്ലൂം വെച്ചിട്ട് നമ്മൾ ക്രോപ്പ് മെച്യൂരിറ്റി ആക്സസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്നാണ്. ഓപ്ഷൻ എ, ഇറ്റ് അക്കൗണ്ട്സ് ഫോർ temperature fluctuations, option B, it is simple and straightforward, option C, it requires specialized equipment, option D, it provides precise maturity predictions. അപ്പോൾ എന്താണ്? അപ്പോൾ ഈ ഒരു ഡേയ്സ് ഫ്രം ഫുൾ ബ്ലൂം കാരണം എന്താണ് നമ്മളുടെ അഡ്വാൻറ്റേജ്? പൈസ ചെലവൊന്നുമില്ല, സിമ്പിൾ ആണ്, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഒരു കലണ്ടർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡേയ്സ് ഫ്രം ഫുൾ ബ്ലൂം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് വേറൊരു സംശയം തോന്നാം, ഓപ്ഷൻ ഡി തരത്തില്ലേ, പ്രൊവൈഡ്സ് പ്രിസൈസ് മെച്യൂരിറ്റി പ്രൊഡിക്ഷൻ തരത്തില്ലേന്ന്? പ്രിസൈസ് എന്നൊരു വേർഡ് ഉണ്ട്. പ്രിസൈസ് എന്ന് പറയുമ്പോൾ എന്താണ്? കറക്റ്റ് ആയിട്ടുള്ളൊരു പ്രഡിക്ഷൻ ആണ് പറയുന്നത്. പക്ഷെ ഇവിടെ കറക്റ്റ് നമുക്ക് കിട്ടത്തില്ല, ഏകദേശം. കാരണം നമ്മൾ ചെയ്ത് പരിചയിച്ചതും നമ്മൾ എപ്പോഴും എല്ലാ സീസണിലും പെരിയഡിലും വർഷാവർഷം നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്രഡിക്ഷൻ കൊടുക്കാൻ പറ്റും. പക്ഷെ കറക്റ്റ് ആയിട്ട് ഈ 120ാമത്തെ ദിവസം ഇത് മെച്യൂർ ആവുമെന്ന് അങ്ങനെ കറക്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെത്തേഡ് ക്യാൻ അഡ്ജസ്റ്റ് പ്രഡിക്ഷൻസ് ഓഫ് ക്രോപ്പ് മെച്യൂരിറ്റി ഫോർ വാമർ ഓർ കൂളർ ഗ്രോയിങ് സീസൺസ്? ഏത് മെത്തേഡാണ് നമുക്ക് പ്രഡിക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? വാമർ ക്ലൈമറ്റ് അല്ലെങ്കിൽ കൂളർ ക്ലൈമറ്റ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രഡിക്ഷൻ ഏതെന്നാണ്. ഓപ്ഷൻ എ ഡേയ്സ് ഫ്രം ഫുൾ ബ്ലൂം, ഓപ്ഷൻ ബി ഹീറ്റ് യൂണിറ്റ്സ്, ഓപ്ഷൻ സി സോയിൽ മോയ്സ്ചർ ലെവൽസ്, ഓപ്ഷൻ ഡി ടി സ്റ്റേജ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഹീറ്റ് യൂണിറ്റ്സ് ആണ്. അപ്പോൾ ആ ഒരു ദിവസം കിട്ടുന്ന ടെമ്പറേച്ചറും അതിനാവശ്യമുള്ള ബേസ് ടെമ്പറേച്ചറിന്റെയും കൂടി ആവറേജ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഹീറ്റ് യൂണിറ്റ് പറയുന്നത്. അപ്പൊ ഹീറ്റ് അക്യൂമുലേറ്റ് ചെയ്യുന്നത്, ഒരു ദിവസം ഹീറ്റ് അക്യൂമുലേറ്റ് ചെയ്യുന്നത് കൂടുതലോ കുറവോ വന്നു കഴിഞ്ഞാൽ ഈ മെച്യൂരിറ്റി നമ്മളുടെ പ്രഡിക്ഷൻ എന്ത് ചെയ്യാം? അങ്ങോട്ടോ ഇങ്ങോട്ടോ നമുക്ക് നീക്കാൻ പറ്റും. അങ്ങനെയുള്ളതാണ് ഹീറ്റ് യൂണിറ്റ് പ്രഡിക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ദി മീൻ ഡെയിലി ടെമ്പറേച്ചർ കാൽക്കുലേറ്റഡ് ഫോർ ഹീറ്റ് യൂണിറ്റ് അക്യൂമുലേഷൻ? ഹീറ്റ് യൂണിറ്റ് അക്യൂമുലേഷൻ നമ്മൾ എങ്ങനെയാണ് ആ ഡെയിലി ടെമ്പറേച്ചർ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ്. ഓപ്ഷൻ എ കാൽക്കുലേറ്റഡ് യൂസിംഗ് ഡിഗ്രി ഡേയ്സ്, ഓപ്ഷൻ ബി ബൈ സബ്ട്രാക്ടിംഗ് ദ ബേസ് ടെമ്പറേച്ചർ ഫ്രം ദി ഡെയിലി മാക്സിമം ടെമ്പറേച്ചർ, ഓപ്ഷൻ സി ബൈ യൂസിംഗ് ദ ഡെയിലി മിനിമം ടെമ്പറേച്ചർ, ഓപ്ഷൻ ഡി ബൈ യൂസിംഗ് ദ ഡെയിലി മാക്സിമം ടെമ്പറേച്ചർ. അപ്പൊ നമ്മൾ എങ്ങനെയാണ്? ഡിഗ്രി ഡേയ്സിന്റെ ബേസിലാണ് ഈ ഒരു ഹീറ്റ് യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡിഗ്രി ഡേയ്സ് എന്ന് പറയുമ്പോൾ ഡിഗ്രി സെൽഷ്യസ് ആണ്. കിട്ടുന്ന ടെമ്പറേച്ചർ അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഹീറ്റ് യൂണിറ്റ് അക്യൂമുലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Next question, which method primarily relies on visual observation of the plant's physical state? ഏത് മെത്തേഡ് ആണ് പ്ലാന്റിന്റെ ഫിസിക്കൽ സ്റ്റേറ്റിനെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്? ഏത് വിഷ്വൽ ഒബ്സർവേഷൻ ആണ് ഈ ഒരു പ്ലാന്റിന്റെ ഫിസിക്കൽ സ്റ്റേറ്റിനെ ആശ്രയിച്ച് നിൽക്കുന്നതെന്നാണ്. ഓപ്ഷൻ എ ഡേയ്സ് ഫ്രം ഫുൾ ബ്ലൂം, ഓപ്ഷൻ ബി ഹീറ്റ് യൂണിറ്റ്, ഓപ്ഷൻ സി ടി സ്റ്റേജ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബവ്. ഏതാണ്? ടി സ്റ്റേജ് ആണ്. വിഷ്വൽ ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഒരു ഫ്രൂട്ടിന്റെയും അതുപോലെ ആ ഒരു പെഡീസലിന്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ആംഗിൾ നമ്മൾ എന്ത് ചെയ്യണം? ഒബ്സർവ് ചെയ്യണം. അപ്പൊ ഇത് ഞാൻ പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു, അതെന്താണ്? ഒരു വിഷ്വൽ ഒബ്സർവേഷൻ നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പക്ഷെ അത് പ്ലാന്റിന്റെ ഫിസിക്കൽ സ്റ്റേറ്റിനെ കണ്ട് മനസ്സിലാക്കുന്നതായതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടി സ്റ്റേജ് എന്ന് പറയുന്നത്. Next question, what physiological change in fruits and vegetable indicates the onset of physiological maturity and ripening? ഫ്രൂട്ട് ഫിസിയോളജിക്കലി മെച്യൂരിറ്റി അല്ലെങ്കിൽ റൈപ്പണിംഗ് സ്റ്റേജിലേക്ക് എത്തി എന്ന് കാണിക്കുന്ന ഫിസിയോളജിക്കൽ ചേഞ്ച് എന്താണെന്നാണ്. ഓപ്ഷൻ എ ഡിക്രീസ് ഇൻ റെസ്പിറേറ്ററി ആക്ടിവിറ്റി, ഓപ്ഷൻ ബി ഇൻക്രീസ് ഇൻ റെസ്പിറേറ്ററി ആക്ടിവിറ്റി, ഓപ്ഷൻ സി ഡിക്രീസ് ഇൻ എത്തിലിൻ പ്രൊഡക്ഷൻ, ഓപ്ഷൻ ഡി കോൺസ്റ്റന്റ് എത്തിലിൻ പ്രൊഡക്ഷൻ. എന്താണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഇൻക്രീസ് ഇൻ റെസ്പിറേറ്ററി ആക്ടിവിറ്റി. പ്ലാന്റിന്റെ അല്ലെങ്കിൽ ആ ഫ്രൂട്ടിന്റെ വെജിറ്റബിളിന്റെ റെസ്പിറേറ്ററി ആക്ടിവിറ്റിക്ക് എന്ത് സംഭവിക്കുകയാണ്?
ഇൻക്രീസ് സംഭവിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ എന്ത് മനസ്സിലാക്കേണ്ടത്? ഈ ഒരു ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിളിന്റെയും ഫിസിയോളജിക്കൽ മെച്യൂരിറ്റി അല്ലെങ്കിൽ റൈപ്പണിംഗ് സ്റ്റാർട്ടായി എന്ന് മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പ്ലാന്റ് ഹോർമോൺ റൈസസ് ഡ്യൂറിംഗ് ദ ഫിസിയോളജിക്കൽ ചേഞ്ച് അസോസിയേറ്റഡ് വിത്ത് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മെച്യൂരിറ്റി? ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിളിന്റെയും മെച്യൂരിറ്റി സമയത്ത് ഏത് ഹോർമോൺ ആണ് റൈസ് ആകുന്നതെന്നാണ്. ഓപ്ഷൻ എ സൈറ്റോകൈനിൻ, ഓപ്ഷൻ ബി ഓക്സിൻ, ഓപ്ഷൻ സി ജിബർലിൻ, ഓപ്ഷൻ ഡി എത്തിലിൻ. ആരാണ്? നമുക്കറിയാം, ഓപ്ഷൻ ഡി ആണ്, എത്തിലിൻ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു ഒപ്റ്റിക്കൽ ടെക്നിക്സ് യൂസ് ടു ഡിറ്റക്ട് ചേഞ്ചസ് ഇൻ ക്രോപ്പ് മെച്യൂരിറ്റി? ക്രോപ്പ് മെച്യൂരിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒപ്റ്റിക്കൽ ടെക്നിക്സ് യൂസ് ചെയ്യുന്നു പറഞ്ഞു. ആ ഒപ്റ്റിക്കൽ ടെക്നിക്സ് ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്രോപ്പ് മെച്യൂരിറ്റിയിലെ ചേഞ്ചസ് മനസ്സിലാക്കുന്നതെന്നാണ്. ഓപ്ഷൻ എ ഇലക്ട്രിക്കൽ കറന്റ്സ്, ഓപ്ഷൻ ബി സൗണ്ട് വേവ്സ്, ഓപ്ഷൻ സി സ്പെക്ട്രോസ്കോപ്പിക് അനലൈസിംഗ് ഓർ ഇമേജിംഗ്, ഓപ്ഷൻ ഡി ടെമ്പറേച്ചർ സെൻസർ. ആരാണ്? ഓപ്ഷൻ സി ആണ്, സ്പെക്ട്രോസ്കോപ്പിക് അനലൈസ് ആണ് ചെയ്യുന്നത്. അപ്പൊ ആ കാര്യം മറന്നു പോകരുത്. ഒപ്റ്റിക്കൽ ടെക്നിക്സിൽ ചെയ്യുന്നത് ഏതാണ്? സ്പെക്ട്രോസ്കോപ്പിക് അനലൈസ് ആണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡു അക്കോസ്റ്റിക് ആൻഡ് വൈബ്രേഷൻ ടെസ്റ്റ് മെഷർ ഇൻ ഫ്രൂട്ട്സ് ടു അക്സസ് മെച്യൂരിറ്റി? ഫ്രൂട്ട്സിന്റെ മെച്യൂരിറ്റി അളക്കാൻ വേണ്ടിയിട്ട് അക്വസ്റ്റിക്കും അതുപോലെ വൈബ്രേഷൻ മെത്തേഡും ഏത് മെത്തേഡിയാണ് യൂസ് ചെയ്യുന്നത്, ഏത് രീതിയാണ് ഫോളോ ചെയ്യുന്നതെന്നാണ്. ഓപ്ഷൻ എ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്, ഓപ്ഷൻ ബി മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, ഓപ്ഷൻ സി തെർമൽ പ്രോപ്പർട്ടീസ്, ഓപ്ഷൻ ഡി കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഏതാണ് ചെയ്യുന്നത്? ഓപ്ഷൻ ബി ആണ്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് അളന്ന് അല്ലെങ്കിൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടിയെ മൊത്തത്തിൽ പഠിച്ച് അതിന്റെ വൈബ്രേഷനും അതിൽ വരുന്ന സൗണ്ട് വേവിന്റെ വ്യത്യാസമൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു അക്വസ്റ്റിക് ആൻഡ് വൈബ്രേഷൻ ടെസ്റ്റ് വഴി നമ്മൾ മെച്യൂരിറ്റി മനസ്സിലാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ക്യാൻ ഗ്രോവേഴ്സ് ഒബ്റ്റെയിൻ ഫ്രം യൂസിംഗ് അഡ്വാൻസ്ഡ് മെച്യൂരിറ്റി അസസ്മെന്റ് ടെക്നിക്സ്? അഡ്വാൻസ്ഡ് മെച്യൂരിറ്റി അസസ്മെന്റ് ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് ഗ്രോവേഴ്സിന് മെച്യൂരിറ്റിയെ പറ്റിയുള്ള ഏത് തരത്തിലുള്ള ഇൻഫർമേഷൻ കിട്ടുമെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സിമ്പിൾ കലണ്ടർ ബേസ്ഡ് മെച്യൂരിറ്റി ഇൻഡിസസ്, ഓപ്ഷൻ ബി ഇൻസൈറ്റ്സ് ഇൻ ടു ദി ഇന്റർണൽ കോമ്പോസിഷൻ ഓഫ് ദി ക്രോപ്പ്, ഓപ്ഷൻ സി ഇൻഫർമേഷൻ അൺറിലേറ്റഡ് ടു ദ ക്രോപ്പ് സ്റ്റേറ്റ്, ഓപ്ഷൻ ഡി സ്റ്റാൻഡേർഡ് വെതർ പ്രൊഡിക്ഷൻ. അപ്പൊ അഡ്വാൻസ്ഡ് മെച്യൂരിറ്റി അസസ്മെന്റ് ഏതൊക്കെയായിരുന്നു? വിഷ്വല് കണ്ടു, അക്വസ്റ്റിക് കണ്ടു, ഇലക്ട്രോമാഗ്നറ്റിക് കണ്ടു. അപ്പൊ ഈ മൂന്നും ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ആ ക്രോപ്പിന്റെ ക്വാളിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. ഇന്റേണൽ ആയിട്ടുള്ള കമ്പോസിഷൻ അറിഞ്ഞുകൊണ്ട് ആ ക്രോപ്പിന്റെ ക്വാളിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അഡ്വാൻസ്ഡ് മെച്യൂരിറ്റി അസസ്മെന്റ് ടെക്നിക്സ് ചെയ്യുന്നത്. അപ്പൊ അത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, ഇൻസൈറ്റ്സ് ഇൻ ടു ദി ഇന്റേണൽ കോമ്പോസിഷൻ ഓഫ് ദി ക്രോപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് സ്പെക്ട്രോസ്കോപ്പിക് അനലൈസിസ് ഹെൽപ്സ് ഗ്രോവേഴ്സ് ആക്സസ് ക്രോപ്പ് മെച്യൂരിറ്റി? എങ്ങനെയാണ് സ്പെക്ട്രോസ്കോപ്പിക് അനലൈസിസ് വഴി ഗ്രോവേഴ്സിന് മെച്യൂരിറ്റി മനസ്സിലാക്കാൻ പറ്റുന്നതെന്നാണ്. ഓപ്ഷൻ എ ബൈ മെഷറിംഗ് ടെമ്പറേച്ചർ ചേഞ്ചസ്, ഓപ്ഷൻ ബി ബൈ മെഷറിംഗ് സൗണ്ട് വേവ്സ്, ഓപ്ഷൻ സി ബൈ ഡിറ്റക്ടിംഗ് ചേഞ്ചസ് ഇൻ കളർ, ടെക്സ്ചർ ആൻഡ് അതർ വിഷ്വൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഓപ്ഷൻ ഡി ബൈ കാൽക്കുലേറ്റിംഗ് ഹീറ്റ് യൂണിറ്റ്സ്. അപ്പോൾ സ്പെക്ട്രോസ്കോപ്പിക് അനലൈസ് പറയുമ്പോൾ ഏതിലാണ് വരുന്നത്? നമ്മുടെ ഒപ്റ്റിക്കിലാണ് സ്പെക്ട്രോസ്കോപ്പിക് വരുന്നത്. അപ്പോൾ ഈ ഒപ്റ്റിക് മെത്തേഡ് വെച്ച് അല്ലെങ്കിൽ സ്പെക്ട്രോസ്കോപ്പിക് അനലൈസ് വെച്ച് നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറ്റും? ആ ഒരു ഫ്രൂട്ടിന്റെ അല്ലെങ്കിൽ ആ ഒരു ക്രോപ്പിന്റെ കളർ ചേഞ്ച് ചെയ്യുന്ന അറിയാൻ പറ്റും, ടെക്സ്ചർ മാറുന്ന അറിയാൻ പറ്റും, അതുപോലെ വരുന്ന വിഷ്വൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അറിയാൻ പറ്റും. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? താഴെ 3 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്, അതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ടെമ്പറേച്ചർ ഹാസ് നോ സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട് ഓൺ ദി ടൈം റിക്വയർഡ് ടു റീച്ച് ക്രോപ്പ് മെച്യൂരിറ്റി. ക്രോപ്പ് മെച്യൂർ ആവാൻ വേണ്ടിയിട്ട് ടെമ്പറേച്ചറിന് ഒരു സിഗ്നിഫിക്കന്റ് ഇമ്പാക്റ്റും ഇല്ല എന്നാണ് സ്റ്റേറ്റ്മെന്റ്. അവിടെ എന്താണ്? റോങ് ആണ്. ടെമ്പറേച്ചറിന് സിഗ്നിഫിക്കൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഹീറ്റ് യൂണിറ്റ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് മെച്യൂരിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് റോങ് ആയേ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ദ ഡേയ്സ് ഫ്രം ഫുൾ ബ്ലൂം മെത്തേഡ് ഈസ് എ കലണ്ടർ ബേസ്ഡ് അപ്രോച്ച് ടു ട്രാക്ക് ദ നമ്പർ ഓഫ് ഡേയ്സ് ഫ്രം ഫുൾ ബ്ലൂം ടു ഹാർവെസ്റ്റ്. ഈ ഒരു DFFB അല്ലെങ്കിൽ ഡേയ്സ് ഫ്രം ഫുൾ ബ്ലൂം മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഹാർവെസ്റ്റിനുള്ള ഒരു നമ്പർ ഓഫ് ഡേയ്സ് ട്രാക്ക് ചെയ്യാൻ പറ്റും. എന്ത് യൂസ് ചെയ്തിട്ടാണ്? കലണ്ടർ ബേസ്ഡ് അപ്രോച്ച് കൊടുത്തുകൊണ്ട്. സ്റ്റേറ്റ്മെന്റ് ഇവിടെ എന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സിമ്പിൾ മെത്തേഡ് ആണ്, നമുക്ക് അധികം എന്താണ് എഫോർട്ട് ഒന്നും ഇടാതെ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് കൂടിയാണ് ഈ ഒരു DFFB മെത്തേഡ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ദ T സ്റ്റേജ് മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ മോണിറ്ററിംഗ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഫ്രൂട്ട് റെസിപ്റ്റിക്കിൾ ആൻഡ് പെഡിസെൽ വിത്ത് 90 ഡിഗ്രീസ് ഇൻഡിക്കേറ്റിംഗ് മെച്യൂരിറ്റി. ഇപ്പോൾ T സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഫ്രൂട്ടിന്റെ പെഡിസെല്ലും റെസിപ്റ്റിക്കിളും ഇൻ ബിറ്റ്വീൻ വരുന്ന ആംഗിളിനെ മെഷർ ചെയ്യുന്നു. ആ ആംഗിൾ എത്രയാണ്?
90 ഡിഗ്രീസ് ആണ്. സ്റ്റേറ്റ്മെന്റ് ഇവിടെ എന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് ബിയും സിയും ആണ് കറക്റ്റ് ആയിട്ട് കിട്ടിയേക്കുന്നത്. ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ ഒൺലി എ അല്ല, ബോത്ത് എ ആൻഡ് സി അല്ല, ബോത്ത് ബി ആൻഡ് സി ആണ്, ഓൾ ഓഫ് ദീസ് അല്ല. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ആൻസർ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ഇലക്ട്രോ മാഗ്നറ്റിക് അനലൈസിസ് ഈസ് യൂസ്ഡ് ടു മെഷർ ദി ഇലക്ട്രിക്കൽ ഇംപെഡൻസ് ചേഞ്ചസ് ഇൻ ക്രോപ്സ്. ക്രോപ്സിനകത്ത് വരുന്ന ഇലക്ട്രിക്കൽ ഇംപെഡൻസ് ചേഞ്ചസ് ഒക്കെ നമുക്ക് ഏത് വെച്ച് മെഷർ ചെയ്യാൻ പറ്റും? ഇലക്ട്രോ മാഗ്നറ്റിക് അനലൈസ് വഴി ചെയ്യാനായിട്ട് പറ്റും. അതിൽ തന്നെ ഇൻഫ്രാറെഡ് അനലൈസിസ് ഉണ്ട്. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനകത്ത് വരുന്ന ക്രോപ്പിനകത്ത് വരുന്ന വിഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും, ചേഞ്ചസ് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് അനാലിസിസ് എന്തിനു വേണ്ടി തന്നെയാണ്? ഒരു ഇലക്ട്രിക്കൽ ഇംപെഡൻസ് ചേഞ്ചസ് മെഷർ ചെയ്യാനാണ്. സ്റ്റേറ്റ്മെന്റ് ഇവിടെ എന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, increased respiratory activity in fruits and vegetables indicates the immature state of fruit. ഫ്രൂട്ടിന്റെ ഇമ്മച്വർ സ്റ്റേറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റെസ്പിറേറ്ററി ആക്ടിവിറ്റിയും അതുപോലെ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഒക്കെ കൂടുന്നതെന്നാണ്. അവിടെ എന്താ പ്രശ്നം? ഇമ്മച്വർ സ്റ്റേറ്റ് അല്ല, അതിന്റെ മെച്യൂരിറ്റി അല്ലെങ്കിൽ ഓൺസെറ്റ് ഓഫ് റൈപ്പണിങ് സമയത്താണ് അതിന്റെ റെസ്പിറേറ്ററി റേറ്റ് എന്ത് ചെയ്യുന്നത്? കൂടുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഇവിടെ എന്താണ്? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ലോ ലെവൽ ഓഫ് റെസ്പിറേഷൻ ഇൻഡിക്കേറ്റ്സ് റൈപ്പണിങ് ഓഫ് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ. റെസ്പിറേഷൻ റേറ്റിന്റെ കുറവ് അല്ലെങ്കിൽ ലോ ലെവൽ ഓഫ് റെസ്പിറേഷൻ കാണിക്കുന്നത് ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെയും റൈപ്പണിങ്ങിനാണ്. സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. റൈപ്പൺ സ്റ്റേജ് എത്തുമ്പോൾ എന്ത് സംഭവിക്കും? റെസ്പിറേഷൻ റേറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും മൂന്നും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പൊ നമുക്കിവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ്. ഒന്ന് മാത്രമാണ് ശരിയായിട്ട് കിട്ടിയേക്കുന്നത്. ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ ഒൺലി 1 ആണ്, ഒൺലി 2 അല്ല, ഒൺലി 3 അല്ല, നൺ ഓഫ് ദീസ് അല്ല. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്? താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ഇലക്ട്രോ മാഗ്നറ്റിക് മെത്തേഡ്സ് യൂസ് സ്പെക്ട്രോസ്കോപ്പിക് അനലൈസിസ് ഓർ ഇമേജിംഗ് ടു ഡിറ്റക്ട് ചേഞ്ചസ് ഇൻ ക്രോപ്പ് മെച്യൂരിറ്റി. ഇലക്ട്രോ മാഗ്നറ്റിക് മെത്തേഡ് വരുമ്പോൾ അവിടെ നമ്മൾ സ്പെക്ട്രോസ്കോപ്പിക് അനലൈസ് ചെയ്യുന്നു എന്നാണ്. സ്പെക്ട്രോസ്കോപ്പിക് ആണോ നമ്മൾ ചെയ്യുന്നത്? അല്ല, അവിടെ ഇൻഫ്രാറെഡ് അനലൈസിസ് ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇൻഫ്രാറെഡിന്റെ ഒക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ സ്പെക്ട്രോസ്കോപ്പിക് അനലൈസ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ഇമേജിംഗ് അല്ലെങ്കിൽ ഒപ്റ്റിക് മെത്തേഡിലാണ് നമ്മൾ സ്പെക്ട്രോസ്കോപ്പിക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെന്റ് അവിടെ എന്താണ്? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, അക്വസ്റ്റിക് ആൻഡ് വൈബ്രേഷൻ ടെസ്റ്റ് മെഷർ ദി മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്രൂട്ട്സ് ടു അസസ് മെച്യൂരിറ്റി. അക്വസ്റ്റിക്കും വൈബ്രേഷൻ മെത്തേഡ്സും യൂസ് ചെയ്തുകൊണ്ട് ഫ്രൂട്ട്സിന്റെ എന്ത് മനസ്സിലാക്കാൻ പറ്റും എന്നാണ്? മെക്കാനിക്കൽ പ്രോപ്പർട്ടി മനസ്സിലാക്കാൻ പറ്റും എന്നാണ്. സ്റ്റേറ്റ്മെന്റ് ഇവിടെ എന്താണ്? കറക്റ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, അഡ്വാൻസ്ഡ് മെച്യൂരിറ്റി അസസ്മെന്റ് ടെക്നിക്സ് ഓഫർ ഗ്രോവേഴ്സ് ലെസ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ അബൌട്ട് ദി ഫിസിയോളജിക്കൽ സ്റ്റേറ്റ് ഓഫ് ദി ക്രോപ്പ്. അഡ്വാൻസ്ഡ് മെച്യൂരിറ്റി അസസ്മെന്റ് ടെക്നിക്സ് ഫാമേഴ്സ് അല്ലെങ്കിൽ ഗ്രോവേഴ്സിന് വളരെ കുറച്ച് അറിവ് മാത്രമേ, കുറച്ച് ഇൻഫർമേഷൻ മാത്രമേ ഫ്രൂട്ട്സിന്റെ മെച്യൂരിറ്റിയെ പറ്റിയും അതുപോലെ ഫിസിയോളജിക്കൽ സ്റ്റേറ്റിനെ പറ്റി കൊടുക്കുന്നു എന്നാണ്. സ്റ്റേറ്റ്മെന്റ് എന്താ പ്രശ്നം? ഈ ഒരു അഡ്വാൻസ്ഡ് മെച്യൂരിറ്റി അസസ്മെന്റ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ക്രോപ്സ് മെച്യൂർ ആവുമ്പോൾ അതിന്റെ ഫിസിയോളജിക്കൽ സ്റ്റേറ്റിനെ പറ്റിയുള്ള ഒരുപാട് ഇൻഫർമേഷൻ കിട്ടണം, കറക്റ്റ് ടൈമിൽ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത് എവിടെ നിന്നാണ്? ഈ ഒരു അഡ്വാൻസ്ഡ് മെച്യൂരിറ്റി അസസ്മെന്റിൽ നിന്നാണ്. അപ്പോൾ ഗ്രോവേഴ്സിന് ലെസ് ഇൻഫർമേഷൻ അല്ല, ഒരുപാട് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഇവിടെ എന്താണ്? റോങ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ്. എയും സിയുമാണ് നമുക്കിവിടെ ഇൻകറക്റ്റ് ആയിട്ട് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ ഓൾ എക്സെപ്റ്റ് ബി എന്നാണ്. എയും സിയും തന്നിട്ടില്ല, ഓൾ എക്സെപ്റ്റ് ബി എന്നാണ്. കാരണം എന്താണ്? ബി ഇവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ ബി ഒഴിച്ച് ബാക്കി രണ്ടും എന്താണ്? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. നൺ ഓഫ് ദീസ് അല്ല, ഒൺലി സി അല്ല, ഒൺലി ബി അല്ല. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്? താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് പിക്ക് ചെയ്യാനാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ദ ഡേയ്സ് ഫ്രം ഫുൾ ബ്ലൂം മെത്തേഡ് ഈസ് യൂസ്ഫുൾ ഫോർ ക്രോപ്സ് വിത്ത് എ ഷോർട്ട് ആൻഡ് കൺസിസ്റ്റന്റ് ഫ്ലവറിംഗ് പീരീഡ്. അപ്പോൾ ഡേയ്സ് ഫ്രം ഫുൾ ബ്ലൂം അല്ലെങ്കിൽ DFFB മെത്തേഡ് യൂസ് ചെയ്യുന്നത് സിമ്പിൾ മെത്തേഡ് ആണ്. അത് എങ്ങനെയുള്ള ക്രോപ്സിനാണ് യൂസ് ചെയ്യുന്നത്? ഷോർട്ട് ആയിട്ടുള്ള ഒരു ഫ്ലവറിംഗ് പീരീഡ് അല്ലെങ്കിൽ ഒരു മെച്യൂരിറ്റി പീരീഡ് ഉള്ളതിനും അതുപോലെ തന്നെ കൺസിസ്റ്റന്റ് ഫ്ലവറിംഗ് പീരീഡ് ഉള്ളതിനും ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ മാംഗോ എക്സാമ്പിൾ ആയിട്ട് എടുത്തത്. കാരണം എന്താണ്? എല്ലാ സമ്മർ സമയത്തും സാധാരണ മാംഗോസ്
പൂവിടാറുണ്ട്, മാംഗോ ട്രീസ് ഫ്ലവറിങ് ചെയ്യാറുണ്ട്. അപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് പെരേണിയൽ ആയിട്ട് നിൽക്കുന്ന ക്രോപ്സിനാണ് നമ്മൾ കൂടുതലും ഏത് മെത്തേഡ് ഫോളോ ചെയ്യുന്നത്? DFFB മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. സ്റ്റേറ്റ്മെന്റ് ഇവിടെ കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു ദ ഹീറ്റ് യൂണിറ്റ് മെത്തേഡ്സ് കാൽക്കുലേറ്റ്സ് ദി അക്യുമുലേഷൻ ഓഫ് ഹീറ്റ് യൂണിറ്റ്സ് എബവ് എ ബേസ് ടെമ്പറേച്ചർ ടു പ്രെഡിക്റ്റ് ക്രോപ്പ് മെച്യൂരിറ്റി. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ എന്താണ്? ഹീറ്റ് യൂണിറ്റിന്റെ കാര്യമാണ്. അപ്പൊ അക്യുമുലേഷൻ ഓഫ് ഹീറ്റ് യൂണിറ്റ് നമ്മൾ പറഞ്ഞു, ഹീറ്റ് എന്തിന് അത്യാവശ്യമാണ്? ക്രോപ്സിന്റെ മെച്യൂറേഷൻ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് ടെമ്പറേച്ചർ. അപ്പൊ ഒരു ബേസ് ടെമ്പറേച്ചറിന് എബവ് കിട്ടുന്ന ടെമ്പറേച്ചറിനെ മെഷർ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ക്രോപ്പിന്റെ മെച്യൂരിറ്റി പ്രെഡിക്റ്റ് ചെയ്യും. അങ്ങോട്ടോ ഇങ്ങോട്ടോ വന്നാൽ എന്ത് സംഭവിക്കും? മെച്യൂറേഷൻ സമയത്ത് വ്യത്യാസം വരും. അപ്പൊ ഹീറ്റ് യൂണിറ്റ് മെത്തേഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അക്യുമുലേഷൻ ഓഫ് ഹീറ്റ് യൂണിറ്റ് എബവ് എ ബേസ് ടെമ്പറേച്ചർ, സാധാരണ കിട്ടുന്നതിൽ നിന്ന് കൂടുതലായിട്ട് ടെമ്പറേച്ചർ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ഹീറ്റ് യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. സ്റ്റേറ്റ്മെന്റ് ഇവിടെ എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു ദ T stage method involves monitoring the angle between the fruit receptacle and pedicel with 90 degree indicates maturity. അപ്പോൾ ഫ്രൂട്ടിന്റെ പെഡിസെല്ലും റെസെപ്റ്റിക്കിളും 90 ഡിഗ്രിയിൽ വന്നാൽ അതെന്താണ് സംഭവം? T സ്റ്റേജ് ആണ്. T സ്റ്റേജ് ആയാൽ എന്താണ്? മെച്യൂർ ആയി എന്നാണ് മനസ്സിലാക്കേണ്ടത്. സ്റ്റേറ്റ്മെന്റ് ഇവിടെ എന്താണ്? കറക്റ്റ് ആണ്. അപ്പോൾ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ നമുക്കിവിടെ 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആയതുകൊണ്ട് ബോത്ത് A and B അല്ല, B and C അല്ല, A and C അല്ല, ഓൾ ഓഫ് ദീസ് എല്ലാം എന്താണ്? കറക്റ്റ് ആയിട്ടാണ് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്? താഴെ തന്നിരിക്കുന്നതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു ദ ഡേയ്സ് ഫ്രം ഫുൾ ബ്ലൂം മെത്തേഡ് പ്രൊവൈഡ്സ് ഹൈലി പ്രിസൈസ് മെച്യൂരിറ്റി പ്രഡിക്ഷൻസ് ഇൻ ഓൾ എൻവയോൺമെന്റ്. ഈ ഒരു ഡേയ്സ് ഫ്രം ഫുൾ ബ്ലൂം അല്ലെങ്കിൽ DFFB മെത്തേഡ് എന്ന് പറയുമ്പോൾ ഹൈലി പ്രിസൈസ് ആയിട്ട് നമുക്ക് മെച്യൂരിറ്റി അളക്കാനായിട്ട് പറ്റും. അത് ഏത് എൻവയോൺമെന്റ് ആണെങ്കിലും, ചൂടായാലും തണുപ്പായാലും നമുക്ക് ഹൈലി പ്രിസൈസ് കിട്ടും എന്നാണ്. സ്റ്റേറ്റ്മെന്റ് എന്താണ്? റോങ് ആണ്. നമുക്ക് ഹൈലി പ്രിസൈസ് എന്ന് പറയാൻ പറ്റില്ല. അത് കറക്റ്റ് ആയിട്ട് ആ ഒരു എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് എല്ലാം അനുകൂലമായിട്ട് നിന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ആവറേജ് ഒരു കണക്ക് പറയാം. ഓക്കെ, എല്ലാ വർഷവും പൂവിടുന്നതാണ്, എല്ലാ വർഷവും മെച്യൂർ ആവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ഡേയ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതിൽ എൻവയോൺമെന്റലിന്റെ ഇൻഫ്ലുവൻസ് എങ്ങനെയെങ്കിലും പ്രശ്നമായിട്ട് വന്നാൽ, എന്താണ് നെഗറ്റീവ്ലി ഇമ്പാക്ട് വന്നാൽ നമ്മൾ ഈ പറയുന്ന പ്രഡിക്ഷനിൽ തെറ്റ് പറ്റാം. ഓക്കെ, അതുകൊണ്ട് എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇവിടെ എന്താണ്? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു ടെമ്പറേച്ചർ ഹാസ് നോ ഇമ്പാക്ട് ഓൺ ദി ആക്യുറസി ഓഫ് ഡേയ്സ് ഫ്രം ഫുൾ ബ്ലൂം മെത്തേഡ്. രണ്ടാമത് പറഞ്ഞ ടെമ്പറേച്ചറിന് ഈ ഒരു DFFBയിൽ ഒരു ഇൻഫ്ലുവൻസും ഇല്ലെന്നാണ്. ശരിക്കും എന്താണ്? ഇൻഫ്ലുവൻസ് ഉണ്ട്. ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് നമ്മളുടെ പ്രഡിക്ഷനും മാറും. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു ഹീറ്റ് യൂണിറ്റ് കാൽക്കുലേഷൻസ് അഡ്ജസ്റ്റ് പ്രഡിക്ഷൻസ് ഫോർ ഡിഫറെന്റ് ടെമ്പറേച്ചർ കണ്ടീഷൻസ് ഓവർ ദി ഗ്രോയിങ് സീസൺ. ഹീറ്റ് യൂണിറ്റ് കാൽക്കുലേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെമ്പറേച്ചർ മാറുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് പ്രഡിക്ഷൻസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഗ്രോയിങ് സീസണിലെ പ്രഡിക്ഷൻസ് അല്ലെങ്കിൽ നമ്മൾ ഹാർവെസ്റ്റിംഗ് ഡേറ്റ് മുൻകൂട്ടി നിശ്ചയിച്ചതിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വരുത്താൻ ആർക്കേ പറ്റുള്ളൂ? ഈ ഹീറ്റ് യൂണിറ്റ് കാൽക്കുലേഷനെ പറ്റുള്ളൂ. അപ്പൊ ഏതാണ്? ഓപ്ഷൻ സി കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് എയും ബിയും ആണ് തെറ്റായിട്ട് കിട്ടിയേക്കുന്നത്. ഓപ്ഷനിൽ ഏതാണ്? ബോത്ത് A and B ആണ്, ബാക്കി 3ഉം അല്ല. ഓക്കെ, അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു T stage ഈസ് ദ ലീസ്റ്റ് കോമൺ മെത്തേഡ് യൂസ്ഡ് ടു അക്സസ് ക്രോപ്പ് മെച്യൂരിറ്റി. ക്രോപ്പ് മെച്യൂരിറ്റി മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും ലീസ്റ്റ് കോമൺ മെത്തേഡ് ആണ് T stage എന്നാണ്. അപ്പോൾ T stage നമ്മൾ ആംഗിൾ നോക്കി ചെയ്യുന്ന ഒരു മെത്തേഡാണ് T stage. അത് ലീസ്റ്റ് കോമൺ ഒന്നും അല്ല, നോർമലി ചെയ്യുന്നുണ്ട്. പക്ഷെ ഓരോ ക്രോപ്പിനും ഓരോ ഡിഫറെന്റ് ദിവസം അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈം ഡ്യൂറേഷൻ ആയിരിക്കും ഈ ഒരു T stage മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യാൻ എടുക്കുന്നത്. ലീസ്റ്റ് കോമൺ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല, അത് കോമൺ മെത്തേഡ് തന്നെയാണ്. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ഇവിടെ എന്താണ്? റോങ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഹീറ്റ് യൂണിറ്റ്സ് ആർ കാൽക്കുലേറ്റഡ് ഇൻ ടേംസ് ഓഫ് ഡിഗ്രി ഡേയ്സ്. ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ടെമ്പറേച്ചർ ആണ്. ശരിയായിട്ടുള്ള കാര്യമാണ്. ടെമ്പറേച്ചറിന്റെ വ്യത്യാസങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഹീറ്റ് യൂണിറ്റ്സിന്റെ പ്രഡിക്ഷൻസും നീക്കി കൊണ്ടുപോകാനായിട്ട് പറ്റും. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ട്രാക്കിംഗ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി ഫ്രൂട്ട് റെസിപ്റ്റിക്കിൾ ആൻഡ് പെഡിസെൽ ഈസ് എ മെത്തേഡ് എക്സ്ക്ലൂസീവ് ടു ദി T stage മെച്യൂരിറ്റി അസസ്മെന്റ് ടെക്നിക്. T stage മെച്യൂരിറ്റിയിൽ എങ്ങനെയാണ് നമ്മൾ ആംഗിൾ ആണ് നോക്കുന്നത്? ഏതിന്റെ ആംഗിൾ ആണ്? ഫ്രൂട്ടിന്റെ റെസിപ്റ്റിക്കിളും അതുപോലെ പെഡിസെല്ലിലെയും ഇൻ ബിറ്റ്വീൻ ആംഗിൾ 90 ഡിഗ്രി വന്നാൽ അതെന്താണ്? T stage മെച്യൂരിറ്റി ആണ്. സ്റ്റേറ്റ്മെന്റ് ഇവിടെ എന്താണ്? കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് 2ഉം 3ഉം ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കിട്ടിയേക്കുന്നത്. ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ ബോത്ത് 1 and 2 അല്ല, ബോത്ത് 2 and 3 ആണ്. 1 and 3 അല്ല, നൺ ഓഫ് ദീസ് അല്ല. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഈസ് എ ഹോളിസ്റ്റിക് അപ്രോച്ച് ടു അക്സസിംഗ് ക്രോപ്പ് മെച്യൂരിറ്റി ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ടാണ് ഹോളിസ്റ്റിക് അപ്രോച്ച് ടു അക്സസിംഗ് ക്രോപ്പ് മെച്യൂരിറ്റി ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാര്യം? അതായത് എല്ലാ മെച്യൂരിറ്റി ഇൻഡെക്സസിനെയും കൂടി നമ്മൾ നോക്കി ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം എന്തെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, സിംപ്ലിഫൈസ് ഹാർവെസ്റ്റ് ഡിസിഷൻ. ഓപ്ഷൻ ബി, ഇറ്റ് മിനിമൈസസ് ദ റിസ്ക് ഓഫ് ഹാർവെസ്റ്റിംഗ് ടു ഏർലി ഓർ ടു ലേറ്റ്. Option C, it eliminates the need for technology. Option D, it increases environmental variability. അപ്പോൾ നമ്മൾ എല്ലാ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം മെച്യൂരിറ്റി ഇൻഡിസസ് ഫോളോ ചെയ്തുകൊണ്ട് ഒരു ക്രോപ്പിന്റെ ഹാർവെസ്റ്റ് ഡേറ്റ് പിക്ക് ചെയ്താൽ അത് എന്തിനു സഹായമാകും? ഏർലി ആയിട്ട് ഹാർവെസ്റ്റ് ചെയ്യാന്നത് നടക്കൂല. അതുപോലെ തന്നെ എന്താണ്, ടു ലേറ്റ് ആയിട്ടും അതിന്റെ മെച്യൂരിറ്റി സ്റ്റേജ് കഴിഞ്ഞു പോയിട്ടുള്ള പിക്കിങ്ങും നമുക്ക് അവിടെ എന്ത് ചെയ്യാം, കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും? ഫ്രൂട്ടിന്റെ അല്ലെങ്കിൽ വെജിറ്റബിളിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാം, ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാനും ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. അപ്പൊ ഏത് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇറ്റ് മിനിമൈസ് ദ റിസ്ക് ഓഫ് ഹാർവെസ്റ്റിംഗ് too early or too late. Next question, what maturity index provides an initial estimate of maturity based on calendar days? ഏത് മെച്യൂരിറ്റി ഇൻഡെക്സിലാണ് നമുക്ക് കലണ്ടർ ഡേയ്സിനെ ബേസ് ചെയ്തുകൊണ്ടൊരു മെച്യൂരിറ്റി അല്ലെങ്കിൽ ഒരു ഇനിഷ്യൽ എസ്റ്റിമേറ്റ് കൊടുക്കുന്ന ഒരു വരുന്നതെന്നാണ്? ഓപ്ഷൻ എ, ഹീറ്റ് യൂണിറ്റ്സ്. ഓപ്ഷൻ ബി, ടി സ്റ്റേജ്. ഓപ്ഷൻ സി, ഡേയ്സ് ഫ്രം ബ്ലൂം. ഓപ്ഷൻ ഡി, ഫിസിയോളജിക്കൽ മോണിറ്ററിംഗ്. ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഡേയ്സ് ഫ്രം ഫുൾ ബ്ലൂം ആണ്. DFFB എന്നാണ് നമ്മളിതിനെ പറയുന്നത്. Next question, which method accounts for temperature effect in refining predictions of crop maturity? ഏത് മെത്തേഡാണ് ക്രോപ്പ് മെച്യൂരിറ്റിയുടെ പ്രൊഡക്ഷനിൽ ഒരു ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് കൂടി ചേർത്ത് പറയുന്നതെന്നാണ്? ഓപ്ഷൻ എ, ടി സ്റ്റേജ്. ഓപ്ഷൻ ബി, ഡേയ്സ് ഫ്രം ബ്ലൂം. ഓപ്ഷൻ സി, ഫിസിയോളജിക്കൽ മോണിറ്ററിംഗ്. ഓപ്ഷൻ ഡി, ഹീറ്റ് യൂണിറ്റ്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഹീറ്റ് യൂണിറ്റിലാണ് ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ഫിസിയോളജിക്കൽ മെച്യൂരിറ്റി കൺഫേംഡ്? എങ്ങനെ നമ്മൾ ഫിസിയോളജിക്കൽ മെച്യൂരിറ്റി കൺഫേം ചെയ്യും? ഓപ്ഷൻ എ, മോണിറ്ററിംഗ് ഡേയ്സ് ഫ്രം ബ്ലൂം. ഓപ്ഷൻ ബി, മോണിറ്ററിംഗ് റെസ്പിറേഷൻ ആൻഡ് എത്തിലിൻ ലെവൽസ്. ഓപ്ഷൻ സി, മോണിറ്ററിംഗ് സോയിൽ pH. ഓപ്ഷൻ ഡി, മോണിറ്ററിംഗ് റെയിൻഫോൾ. എങ്ങനെ നമ്മൾ ചെയ്യും? എത്തിലിൻ ലെവലിന്റെയും അതുപോലെ റെസ്പിറേഷൻ ലെവലും കൂടുന്നുണ്ടോ നോക്കിയിട്ടാണ് ഈ ഒരു ഫിസിയോളജിക്കൽ മെച്യൂരിറ്റി കൺഫേം ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. Next question, why do different crop cultivars and varieties require specific maturity assessment techniques? എന്തുകൊണ്ടാണ് ഡിഫറെന്റ് ക്രോപ്പ് കൾട്ടിവേഴ്സിന് വെറൈറ്റീസ് ഓഫ് സ്പെസിഫിക് മെച്യൂരിറ്റി അസസ്മെന്റ് വേണ്ടി വരുന്നതെന്നാണ്? ഓപ്ഷൻ എ, ദേ ഹാവ് സിമിലർ ഗ്രോത്ത് പാറ്റേൺസ്. ഓപ്ഷൻ ബി, ദേ ഹാവ് യുണീക് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് എൻവയോൺമെന്റൽ റിക്വയർമെന്റ്സ്. ഓപ്ഷൻ സി, ദേ റിക്വയർ ഐഡന്റിക്കൽ ട്രീറ്റ്മെന്റ്. ഓപ്ഷൻ ഡി, ദേ റെസ്പോണ്ട് യൂണിഫോംലി ടു മെച്യൂരിറ്റി. എന്തുകൊണ്ടാണ്? ഓരോ ക്രോപ്പും ഡിഫറെന്റ് ക്രോപ്പിന് ഡിഫറെന്റ് രീതിയിലായിരിക്കും അതിന്റെ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ആയിക്കോട്ടെ, അതിലും റെസ്പിറേഷൻ റേറ്റ് കൂടും, എതിലും റേറ്റ് കൂടും, അത് ഓക്കെയാണ്. പക്ഷെ അതിന്റെ സമയം വ്യത്യാസമായിരിക്കും. മാംഗോയിൽ ഉണ്ടാവുന്ന പോലെ ആയിരിക്കില്ല ബനാനയ്ക്ക് ഉള്ളതുപോലെ ആയിരിക്കില്ല ആപ്പിളിന്. ഓരോന്നിനും ഓരോ ക്രോപ്പിനും എന്തായിരിക്കും? ഓരോ ഡിഫറെന്റ് ടൈപ്സിലായിരിക്കും വരുന്നത്. അപ്പൊ യുണീക്ക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഓരോ ക്രോപ്പിനും ഉണ്ട്. അപ്പൊ ഓരോന്നിനും എൻവയോൺമെന്റൽ റിക്വയർമെന്റ്സ് എങ്ങനെയായിരിക്കും? ഓരോ രീതിയിലായിരിക്കും. ഒരു ക്രോപ്പിന് കൊടുക്കുന്ന പോലെ വേറൊരു ക്രോപ്പിന് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സ്പെസിഫിക് മെച്യൂരിറ്റി ഇൻഡെക്സസ് വെച്ച് മാത്രമേ, അല്ലെങ്കിൽ ഒരുപാട് ഒന്നിന് കൊടുക്കുന്ന അതേ ഇൻഡെക്സ് വെച്ച് നമുക്ക് വേറൊന്നിന് നമുക്ക് മെച്യൂർ അളക്കാൻ പറ്റില്ല. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. ദേ ഹാവ് യുണീക് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് എൻവയോൺമെന്റൽ റിക്വയർമെന്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? താഴെ തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റുകളിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ്? ഗ്രോവേഴ്സ് ഷുഡ് ചൂസ് മെച്യൂരിറ്റി ഇൻഡിസസ് ഫോർ എ സ്പെസിഫിക് crop based on general trends across all crops. ഗ്രോവേഴ്സ്, അതായത് കൾട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാർ മെച്യൂരിറ്റി ഇൻഡെക്സസ് ഒരു സ്പെസിഫിക് ക്രോപ്പിന് വേണ്ടി ഒരു മെച്യൂരിറ്റി ഇൻഡെക്സസ് എടുക്കുമ്പോൾ എല്ലാ ക്രോപ്പിനും എങ്ങനെയാണോ അതുപോലുള്ള ഒരു ജനറൽ ട്രെൻഡ് എടുത്താൽ മതി എന്നാണ് സ്റ്റേറ്റ്മെന്റ്. അവിടെ തന്നെ റോങ് ആയിപ്പോയി. ഓരോ ക്രോപ്പും ഓരോ ഡിഫറെന്റ് വെറൈറ്റീസിലാണ് വരുന്നത്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇന്റഗ്രേറ്റിംഗ് മൾട്ടിപ്പിൾ മെച്യൂരിറ്റി ഇൻഡെക്സസ് ക്യാൻ ലീഡ് ടു ഇംപ്രൂവ്ഡ് പോസ്റ്റ് ഹാർവെസ്റ്റ് ക്വാളിറ്റി, ഷെൽഫ് ലൈഫ് ആൻഡ് ഓവറോൾ മാർക്കറ്റ് സക്സസ്. അപ്പൊ നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള മെച്യൂരിറ്റി ഇൻഡെക്സസിനെ ആശ്രയിക്കുമ്പോൾ ആ ഒരു ഹാർവെസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ക്രോപ്പിന്റെ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പോസ്റ്റ് ഹാർവെസ്റ്റിലേക്ക് എത്തുമ്പോൾ അതിന്റെ ഹാൻഡ്ലിങ്ങിനാണെങ്കിലും അതിന്റെ ക്വാളിറ്റിക്കാണെങ്കിലും ഷെൽഫ് ലൈഫിനൊക്കെ ആണെങ്കിലും എന്താണ്? സക്സസ് റേറ്റ് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് കിട്ടും. സ്റ്റേറ്റ്മെന്റ് ഇവിടെ എന്താണ്? കറക്റ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഹാവ് നോ ഇമ്പാക്ട് ഓൺ ദി ചോയ്സ് ഓഫ് മെച്യൂരിറ്റി അസസ്മെന്റ് ടെക്നിക്.
ടെക്നിക് ഫോർ എ സ്പെസിഫിക് ക്രോപ്പ്. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിന് ഈ ഒരു മെച്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു ഇമ്പാക്റ്റും ഇല്ലെന്നാണ് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിന് എന്തുണ്ട്? ഇമ്പാക്ട് ഉണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് ഏതാണ് കറക്റ്റ് ആയിട്ട് കിട്ടിയേക്കുന്നത്? ഒൺലി ബി മാത്രമാണ് കറക്റ്റ് ആയിട്ട് കിട്ടിയേക്കുന്നത്. ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ ബോത്ത് എ ആൻഡ് സി അല്ല, ഒൺലി ബി ആണ്. ഓൾ ഓഫ് ദീസ് അല്ല, നൺ ഓഫ് ദീസ് അല്ല. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു നമ്മുടെ മെച്യൂരിറ്റി ഇൻഡെക്സസിനെ പറ്റിയിട്ട് പഠിക്കാനുള്ളത്. ടൈപ്സ് ഓഫ് മെച്യൂരിറ്റി ഇൻഡെക്സസ് തീർന്നു. പക്ഷേ നമുക്ക് ഓരോ ക്രോപ്പിനും, അതായത് ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, വെജിറ്റബിൾസ് ആയിക്കോട്ടെ, അതുപോലെ അതിനുള്ളിൽ വരുന്ന, ഇപ്പോൾ ഫ്രൂട്ട്സ് എടുക്കുകയാണെങ്കിൽ ബനാനയ്ക്ക് പോലെ ആയിരിക്കില്ല ആപ്പിളിന്, വെജിറ്റബിൾ ആണെങ്കിൽ കുക്കുംബറിനെ പോലെ ആയിരിക്കില്ല ചില്ലിക്ക് വരുന്നത്. അപ്പോൾ ഓരോന്നിനും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഇതുവരെ പഠിപ്പിച്ച ടോപ്പിക്ക് നല്ല വ്യക്തമായിട്ട് കൃത്യമായിട്ട് പഠിക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യൂ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.